Hi, Cynthia. Good evening. How are you doing? Sensei is not there, I think so. Sensei is busy. Hina? Hina? Yes. Sensei is busy. Hi, good evening, ladies and gentlemen, all the coaches and leaders. Welcome on board for the new episode of Recharge Malayalam version. Thank you very much for taking your time and being here. So let's continue. Before we start in, let me know who are here right now. Just go to the chat and type your name and where are you right now reporting from? Which part of the world are you reporting right now? Hi, Andrea from Cochin. Thank you very much, Andrea. Thank you, sir. And who else? Next we have. Good. So today is going to be Malayalam, so I have to speak in Malayalam. നമസ്കാരം. ഈ ഒരു ആഴ്ചയിൽ ശനിയാഴ്ചകൾ നടത്തുന്ന ഈ ഒരു റീചാർജ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം, വളരെ സ്വാഗതം. നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, ആ സ്ഥലം നിങ്ങൾ എഴുതാം, നിങ്ങളുടെ പേര് എഴുതാം. താങ്ക് യു വെരി മച്ച് ഹെന, താങ്ക് യു വെരി മച്ച് ഫാഹിം ഫ്രം ഖത്താർ, താങ്ക്സ് എ ലോട്ട്. ഇങ്ങനെ സമയം കൂടുമ്പോഴും ഓരോരുത്തർ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. ഇത് എക്സാക്ട്ലി 90 മിനിറ്റ്സിന്റെ സെഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കറക്റ്റ് 7:30 തുടങ്ങി കഴിഞ്ഞാൽ 9 മണി വരെ ഉണ്ടാവും. അപ്പൊ ഇത് ഈ ഒരു സെഷൻ Q&A സെഷനാണ്. നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. ലീഡർഷിപ്പ്, എംപവർമെന്റ്, business, it could also be a personal development, personal mastery. ഇതിനെ കുറിച്ച് എന്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മലയാളത്തിൽ ചോദിച്ചാൽ മതി. ഇന്ന് ഇംഗ്ലീഷ് ആയിരിക്കില്ല, ഇംഗ്ലീഷ് സെഷൻ നടക്കുന്നത് സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ്. So you are free to ask me in Malayalam. So go ahead, anyone, any question before everyone walks in. സെൻസി സാറിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, എന്നാ പറ്റി? ബിഗ് സ്ക്രീനിൽ റീചാർജ് സെഷൻ മാത്രം കാണുന്നുള്ളൂ, സെൻസിനെ കാണുന്നില്ല. Okay, questions? Go ahead. Can you see me, all of you? Yes. Okay. So go ahead. Any questions? Don't waste your time because time is precious. So just go and ask me any questions, and I would be more than happy to answer your question. In the ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഞാൻ പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം. Good evening to you. What's the name and where are you from, please? What's the name? Just introduce yourself and where are you from? എന്താ നിങ്ങളുടെ പേര്, എവിടുന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? Sorry, once again. My name is Mohammed Sadiq from Ernakulam. You're Sadiq, am I right? Yeah. Okay, Sadiq. ചോദിച്ചോളൂ. Sadiq from Ernakulam. ചോദിച്ചോളൂ Sadiq. എന്താണ് ചോദ്യങ്ങളുടെ? Actually എനിക്ക് പല സിറ്റുവേഷനിലും നോ പറയാൻ പറ്റുന്നില്ല. നോ പറയേണ്ടത് എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. സോ എനിക്ക് ചില സമയത്ത് അതിന്റെ മണി വരെ ലൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു ഇഷ്യൂസ് കൊണ്ട്. നോ ആയിരിക്കും റൈറ്റ് ആൻസർ, പക്ഷെ ഞാൻ ചിലപ്പോ 2 ദിവസത്തേക്ക് മാറ്റി വെക്കും. അത് നാളെ പറയാൻ പറ്റും, നാളെ കഴിഞ്ഞ് പറയാം. അത് അറ്റ് ദ മൊമെന്റിൽ നോ പറയാൻ പറ്റുന്നില്ല. നോ എന്നുള്ള പറയുന്ന വാക്ക്, okay, this is very simple, Sadiq. No എന്ന് പറയുന്ന വാക്ക്, that's the most toughest word എന്ന് പറയല്. Okay, S is the easiest word. S ആരോട് നമുക്ക് വേണം S എന്ന് പറയാം, പക്ഷെ നോ എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വാക്കാണ് നോ, എസ്പെഷ്യലി ലീഡർഷിപ്പില്. ഓക്കെ, ലീഡർഷിപ്പിൽ ചിലപ്പോൾ നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, ചിലപ്പോൾ നമ്മളെ സബോർഡിനേറ്റ്സ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ടായിരിക്കാം, അവർ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കാം. However, ചില സമയത്ത് നമ്മൾ നോ എന്ന് പറയേണ്ടി വരും. ആ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് ശരിക്കും കറേജ് വേണം, അത് ശരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ആ നോ എന്ന് പകരം നിങ്ങൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ ദോഷം ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ദോഷം ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവില്ല, ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതായിരിക്കും കിട്ടുന്നുണ്ടാവും, ഐ മീൻ റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. ഹൗഎവർ അത് ലോങ് റണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും. നിങ്ങൾക്ക് സാധിക്കുന്ന ദോഷം ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ പറയാം. നോ എന്ന് പറയാത്തതിന് കാരണങ്ങളായിട്ടുള്ള മൂന്ന് ഇത് പറയാം, ഇൻസിഡന്റ്. വേറെ നിങ്ങൾ യെസ് എന്ന് പറയാമായിരുന്നു, പക്ഷെ നിങ്ങൾ നോ എന്ന് പറഞ്ഞു. സാധിക്കില്ലേ അവിടെ? Are you still there, Sadiq? I think yes, disconnected. Sadiq, okay, Sadiq, okay, go ahead. Sadiq, ഞാൻ ചോദിച്ച ചോദ്യം,
നിങ്ങൾ നോ എന്ന് പറഞ്ഞ കാരണം നിങ്ങൾക്ക് ചില ഇൻസിഡന്റിൽ കൂടെ പോകേണ്ടി വന്നു. ഏതെങ്കിലും 3 ഇൻസിഡന്റ് പറയാമോ? ഹലോ, പറഞ്ഞോളൂ സാദിഖ്. 3 ഇൻസിഡന്റ് യെസ് എന്ന് പറയേണ്ടി, സോറി നോ എന്ന് പറയേണ്ടിയിരുന്നു, പക്ഷെ നോന്റെ പകരം നിങ്ങൾ യെസ് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം നിങ്ങൾക്ക് അതിന്റെ ഫ്യൂച്ചറിൽ പിന്നെ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അല്ല, ആക്ച്വലി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ നോ പറയേണ്ടത് ചിലപ്പോൾ നോ പറയാൻ പറ്റുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. ഇൻസിഡൻസ് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് ഇതുവരെ ഇൻസിഡന്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫ്യൂച്ചറിലേക്ക് അത് ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഫ്യൂച്ചറിലല്ല, അപ്പൊ അത് ഭയപ്പെടാതിരിക്കുക. ഇപ്പോഴല്ലല്ലോ, ഒരിക്കലും വരാൻ പോണ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പേടിക്കരുത്. അത് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് സംഭവിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാതിരിക്കോ? ഇല്ല. Okay, very simple as that. Don't think about the future. Future നമ്മൾ എല്ലാവരും മരിക്കാൻ പോണല്ലോ, ശരിയല്ലേ? Okay, അത് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാതിരിക്കും, ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നമ്മൾ എന്തായാലും ചെയ്തേ മതിയാവും. അപ്പോൾ ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. അത് നടക്കേണ്ട സംഭവം എന്തായാലും നടന്നേ മതിയാവും. ഓക്കെ, നമ്മൾ ഡെസ്റ്റിനി എന്നല്ല ഞാൻ പറഞ്ഞവിടെ, നടക്കേണ്ട കാര്യം എന്തായാലും നടന്നേ മതിയാവും. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് ഞാൻ ഫ്യൂച്ചറിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. എപ്പോഴാണ് നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് വരുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് നോ എന്ന് പറയേണ്ടി വരുന്നത്, അപ്പൊ നിങ്ങൾ നോ പറഞ്ഞേ മതിയാവും. ഓക്കെ, ചിലപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടായിരിക്കാം, ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ഡസന്റ് മാറ്റർ. എന്നിരുന്നാൽ പോലും നോന്നു. ഞാൻ നോന്ന് പറഞ്ഞൊരു വ്യക്തി കേട്ടോ, എന്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് ആയാലും വേണ്ടില്ല, ഞാൻ നോന്ന് പറഞ്ഞ വ്യക്തിയെ. പക്ഷെ ഞാൻ നോന്ന് പറയുമ്പോൾ അത് വളരെ നല്ല രീതിയിലായിരിക്കും നോന്ന് പറയാം. യോ വിത്ത് മീ? അതിനൊരു ആർട്ട് ഉണ്ട്. അല്ലെങ്കിൽ വളരെ ഞാൻ ഒരിക്കലും ഒരാളെ മുഖത്തേക്ക് ഒരാളെ വിഷമിപ്പിക്കുന്ന ആളല്ലേ ഞാൻ. ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കില്ല. പക്ഷെ ഞാൻ നോന്ന് പറയേണ്ട ഞാൻ പറയും. പക്ഷെ അത് പറയുന്ന ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിന്റെ വൈ ഡിഡ് ഐ സേ എന്നുള്ള പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പല കൺട്രീസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് US ഉണ്ടായിട്ടുണ്ട്. US നിന്നിട്ട് ഒരു ലേഡി ഈവൻ റിപ്പോർട്ട് ചെയ്ത്, സോറി ലേഡി അല്ല റിപ്പോർട്ട് ചെയ്ത്, ലേഡിന്റെ മാനേജർ റിപ്പോർട്ട് ചെയ്ത്. ലേഡിക്ക് അത് പ്രശ്നമില്ല, ഞാൻ നോ എന്ന് പറഞ്ഞു ആ ലേഡിനോട്. പക്ഷെ അത് കണ്ടത് പുള്ളിക്കാരത്തിന്റെ മാനേജറെ കണ്ടത്. അതേപോലെ ചൈനയിൽ പോയിട്ട് എനിക്ക് ഇതേപോലെ സംഭവം ഉണ്ടായി. ഞാൻ നോന്ന് പറഞ്ഞിട്ട് അവിടെ അതേപോലെ ഫീമെയിലിനോട് ഞാൻ നോന്ന് പറഞ്ഞപ്പോ അവിടെയും ഒരു ഇത്, അവിടെയും ആ ഫീമെയിലിനെ പ്രശ്നം ഉണ്ടായത്, ഫീമെയിലിന്റെ മാനേജറെ പ്രശ്നം ഉണ്ടായത്. വിത്ത് മീ? കാരണം അവർക്ക് ആ പ്രശ്നമില്ലാത്ത വെച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ആ മാനേജർ അത് കാണുന്നില്ല. ഞാൻ എന്താ ഇത് പറഞ്ഞെന്നുള്ളത് ആ വ്യക്തിനോടാണ് നോന്ന് പറയുന്നത്. പക്ഷെ ആ നോന്ന് പറയുന്ന ഒപ്പം തന്നെ ഞാൻ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അത് തേർഡ് പാർട്ടി കാണുന്നില്ല. മനസ്സിലായില്ല. അപ്പൊ ഈ 2 കേസിൽ എന്റെ എതിരായിട്ടല്ല, പക്ഷെ എന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു, നോ എന്ന് പറഞ്ഞതിന്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോ പറഞ്ഞ സ്ഥലത്ത് നോ പറഞ്ഞേ മതിയാവും. ചിലപ്പോൾ നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കൂടുതൽ ബിൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. യെസ് എന്ന് പറയുന്ന പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി നിങ്ങളോട് കടം ചോദിക്കാന്ന് വിചാരിക്കാം, നോ എന്ന് പറയാൻ വയ്യ, യെസ് എന്ന് പറഞ്ഞ നാളെ വന്നാൽ ഞാൻ തരാന്ന് പറയേണ്ട ഘട്ടം വന്ന് വിചാരിക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നാളെ നിങ്ങൾ ആ പണം കൊടുക്കുന്ന വിചാരിക്കാം. ഓക്കെ, വാട്ട് എവർ എമൗണ്ട് ഉണ്ട്, ആ നല്ല സുഹൃത്തായിരിക്കും. പിന്നീട് ആ സുഹൃത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാതാവും. കാരണം എന്താ, വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ യെസ് എന്നുള്ള പറഞ്ഞ കാരണം നിങ്ങൾ ചിലപ്പോൾ ആ സുഹൃത്ത് ബന്ധം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മുറിക്കേണ്ടി വരും. അയാൾ പിന്നെ തീരെ വരാതാവും. മനസ്സിലാവുണ്ടോ? ശരിയല്ലേ? അത് സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അത് സാധാരണ, അത് എല്ലാവർക്കും സംഭവിക്കണം. അപ്പൊ അവിടെയാണ് നോ എന്ന് പറഞ്ഞ ഗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ജെന്യൂൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നോ എന്ന് പറയേണ്ട ആവശ്യം വന്നാൽ നോ തന്നെ പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ എന്താ, ലോങ് റണ്ണിൽ അത് നിങ്ങൾക്കായിരിക്കും ഒരു ചാലഞ്ച് ആയിട്ട് മാറില്ല. റൈറ്റ്? എസ്പെഷ്യലി ആ ക്വാളിറ്റി വളർത്തിയെടുക്കണം. ആസ് എ ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് നിങ്ങൾ വളർത്തിയേ മതിയാവും. അതാണ് ഒരു മെയിൻ പ്രശ്നം വരുന്നത്. അത് ശീലിക്കുക, നോ എന്ന് പറഞ്ഞ് ശീലിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ നോ പറഞ്ഞ സ്ഥലത്ത് യെസ് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയാം, ഓ ഇന്ന് നിങ്ങൾ ആ ജേർണൽ ഡെയിലി എഴുതുന്ന ജേർണൽ ചെയ്ത ഞാൻ ഇന്ന് യെസ് എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ തന്നെ ഒരു ഇത് കാണാം, എന്താണ് അതിനൊരു മറുമരുന്ന് എന്താണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ അത് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ഓട്ടോമാറ്റിക് അത് കുറച്ച് നമ്പേഴ്സ് കുറച്ചുകൊണ്ട്, ഉദാഹരണത്തിന് നിങ്ങൾ ജസ്റ്റ് 10 ദിവസം 10 പ്രാവശ്യം നോ എന്ന് പറഞ്ഞതിന് പകരം യെസ് പറഞ്ഞെങ്കിൽ അത് നമ്പേഴ്സ് കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് അത് എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണം. ഒരിക്കലും ചാടി ഇങ്ങനത്തെ ഈ നോ പറഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് ചാടി നോ എന്ന് പറയരുത്. നിങ്ങൾ നോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് ബാക്കോട്ട് അതിന് റെസ്പോൺസ് എന്ന് പറയില്ല, റിയാക്ട് ചെയ്ത്
ഒന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം നിങ്ങൾ ആലോചിക്കുക എന്താണ് ഇതും കൊടുക്കണം, ഇതിന്റെ പർപ്പസും കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ വൈ കൊടുക്കണം, കാരണങ്ങൾ കൊടുക്കണം. ഓക്കെ. ബിക്കോസ് എന്നുള്ള പദം ഒരൊറ്റ സെക്കൻഡ്. ഈ ബിക്കോസ് എന്നുള്ള പദം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പദം. ഇത് ഇവിടെ എല്ലാവർക്കും ഒന്ന് ടൈപ്പ് ചെയ്യാം, ബിക്കോസ് എന്നുള്ള പോയി ടൈപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം എന്താന്നുള്ളത്, നിങ്ങൾക്ക് പോയി റിസർച്ചും ചെയ്യാം. ഓക്കെ, ബിക്കോസ് എന്നുള്ള പദം, ബിക്കോസ് എന്നുള്ള കാരണങ്ങളല്ല, റീസണിങ് ആണത്. അതായത് നമ്മൾ ഒരു 2 സെന്റൻസ് എടുക്കാന്ന് വിചാരിക്കാം. ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ 2 സെന്റൻസ് എടുക്കാന്ന് വിചാരിക്കാം. ആ 2 സെന്റൻസിന് യോജിപ്പിക്കാൻ വേണ്ടി നടുവിൽ നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്ന വിചാരിക്കാം. ആ ബിക്കോസ് യൂസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ സെന്റൻസ് യാതൊരു അർത്ഥമില്ല എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ആ കേൾക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിന് ഒരു എക്സാമ്പിൾ ചെയ്തെന്ന് വെച്ചാല്, ഒരു ക്യൂവില് ഫോട്ടോ കോപ്പി ഉണ്ടല്ലോ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു വലിയ ക്യൂവില് ഒരു വ്യക്തിനെ അവിടെ നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി മുമ്പോട്ട് കയറിയിട്ട്, അതായത് ക്യൂ കട്ട് ചെയ്ത് നേരെ മുമ്പിൽ പോയിട്ട് നിന്നപ്പം അവിടെ നിന്നുള്ള എന്താ നീ ഇവിടെ നിൽക്കുന്നു ചോദിച്ചപ്പം അയാൾ ഉത്തരം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ബിക്കോസ് ഉപയോഗിക്കാതെ പറയാതെ ഇരുന്നപ്പം അയാളെ പിടിച്ച് പുറത്താക്കി എല്ലാവരും. മനസ്സിലായ? ഒരു ക്യൂവിൽ നിൽക്കുന്ന വിചാരിക്കാം, 100ാമത്തെ വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഈ നിൽക്കുന്ന വ്യക്തി. ഈ വ്യക്തി 100ന്ന് പോയിട്ട് 25ാമത്തെ ആള് മുമ്പിൽ പോയി നിന്നെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ ഒരാൾ 25ാമത്തെ ആൾ നീ എന്താ ഇവിടെ വന്ന് നിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളൊരു ഉത്തരം പറഞ്ഞു, പക്ഷെ ബിക്കോസ് ഉപയോഗിക്കാതെ പറയണമെന്ന് പറഞ്ഞു. ബിക്കോസ് ഇല്ലാതെ അയാൾ ഉത്തരം പറഞ്ഞപ്പോ അയാളെ പിടിച്ച് പുറത്താക്കി അവിടുന്ന്. എല്ലാവർക്കും മനസ്സിലായി? ഗോട്ടിന്ന് എഴുതാം. മനസ്സിലായി കഴിഞ്ഞാല് രണ്ടാമത്തെ ഇവർ അതേപോലെ ഇത് ടെസ്റ്റ് ചെയ്ത് ഇവര്, എന്നിട്ട് ഈ വ്യക്തിനെ വീണ്ടും വിട്ട്. ഇപ്പം അയാൾ വേറെ ഏതെങ്കിലും ആളെ മുമ്പിൽ പോയിട്ട് എന്നിട്ട് ആദ്യത്തെ ഇത് പറഞ്ഞ് ഐ വോണ്ട് ടു സ്റ്റാൻഡ് ഹിയർ ബിക്കോസ്, ആ ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ യാതൊരു സെൻസ് ഇല്ലാത്തൊരു ഉത്തരം പറഞ്ഞു. എന്താ ഇവിടെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഐ വോണ്ട് ടു ഈറ്റ് ഐസ്ക്രീം. സിംപ്ലി. ഈ ഐസ്ക്രീമും ഫോട്ടോ കോപ്പിയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. മനസ്സിലായല്ലേ? സാധിക്കണം? മനസ്സിലായി? സോ ഈ സെക്കൻഡ് സെന്റൻസിന് മീനിങ് വേണമെന്നില്ല, പക്ഷെ ബിക്കോസ് എന്നുള്ളതിനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ബിക്കോസ് ഐ വോണ്ട് ടു ഈറ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അത് അവർ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത്. അതിന്റെ കാരണം ഈ ബിക്കോസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തണമെന്നുണ്ടെങ്കിൽ ബിക്കോസിനും യു എന്നുള്ള 2 പദം, ഐ വോണ്ട് എവരി വൺ ടു ഗോ ആൻഡ് ടൈപ്പ് ബിക്കോസ് ആൻഡ് യു എന്നുള്ള പദവും ബിക്കോസ് എന്നുള്ള പദം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന. How many of you got it? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ നോ എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു ബിക്കോസ് കണ്ടെത്താം, മനസ്സിലൊരു ബിക്കോസ് കണ്ടെത്താം. ഓക്കെ, എന്നിട്ട് നോ എന്ന് പറയാം, എന്നിട്ട് ഒരു ആൻസർ പറയാം, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാം. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു കാരണം പറഞ്ഞു കൊടുക്കാം. മനസ്സിലായ സാദിക്ക്? ഓക്കെ, പിന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളെ പെരുമാറ്റം കണ്ട് അതിനൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നാളെ വന്നിട്ട് പറയുന്നത് സെൻസായി പറഞ്ഞ ബിക്കോസ് പറഞ്ഞു, പക്ഷെ പുള്ളിന്റെ അടുത്ത് പൈസ വാങ്ങിച്ചു പോയി എന്ന് പറഞ്ഞ പ്രശ്നം എന്റെ മേത്ത് കിട്ടരുത്. No, I understand. Right. Thank you very much, Sadiq. Thanks a lot. Let me move on to the next caller, please. Thank you very much. Sir, hello, sir. Yes, please. May I know your name and where are you from? I'm Hadi Muhammad from Malappuram district. Okay, Hadi. Yes, please. Hadi, what's your question? എനിക്ക് ചോദിക്കാനുള്ളത് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചാണ്. Okay. എല്ലാവരും ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക എന്നുള്ളത്. നാളെ എന്ത് കാര്യവും നാളേക്ക് മാറ്റി വെക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ചില ലേസിനെസ് കൊണ്ടായിരിക്കാം ചിലപ്പോ നാളെ ചെയ്യാം എന്നുള്ളൊരിതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഡ്രീം ഉണ്ടാവും, ഒരുപാട് ഗോൾസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളൊരു പ്രോബ്ലം കൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൗ ടു ഡിഫീറ്റ് പ്രോക്രാസ്റ്റിനേഷൻ ഓർ ഹൗ ടു ബീറ്റ് പ്രോക്രാസ്റ്റിനേഷൻ, അതാണ് ക്വസ്റ്റ്യൻ. Okay, great. ഹാദി ഇത് ചെയ്യല്ലോ, രാവിലെ എന്തെങ്കിലും എഴുതി വെക്കല്ലോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ള എഴുതി വെക്കല്ലോ. സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡയറി അല്ലെങ്കിൽ ജേർണൽ എന്തെങ്കിലും എഴുതി വെക്കലുണ്ടോ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം? ഇല്ല. ഓക്കെ, അത് ഒരു നല്ല സ്വഭാവമല്ല തോന്നുന്നുണ്ടോ? അത് നല്ലൊരു സ്വഭാവമാണെന്നുള്ള ഒരു നല്ലൊരു ഹാബിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഹാദി എന്ത് ഏജ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹാദി ഇത് ആലോചിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു വീക്കിൽ എന്താ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. മനസ്സിലായല്ലേ? ഈ വീക്കിൽ എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൺഡേ ടു നിങ്ങൾ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ലെറ്റ്സ് സേ ഫ്രം മൺഡേ ടു സാറ്റർഡേ അല്ലെ മൺഡേ ടു സൺഡേ എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഡയറി എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യത്തിലുള്ള ഡയറി ആണെങ്കിൽ അതിലൊരു വീക്കിലി നിങ്ങൾക്ക് ഒരു കോളം ഉണ്ടാവും, വീക്ക്ലി കോളംസ് ആണ്. ആ കോളത്തിൽ നിങ്ങൾ എഴുതിയൊക്കെ എന്താണ് ഈ ഒരു വീക്കിൽ അച്ചീവ് ചെയ്യേണ്ടത്. ആ വീക്കിൽ അച്ചീവ് ചെയ്യണേക്കാൾ മുമ്പ് ഹാദിക്ക് എന്താ ഈ ഒരു വർഷം 2021 ഡിസംബർ 31 മുമ്പായിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാര്യം, കുറച്ച് അത് ഈസി അല്ലാത്ത കാര്യം, പക്ഷെ however you want to achieve that, അതെന്തായിരുന്നു? ഹയർ സെക്കൻഡറി എക്സാം ഉണ്ട്, അപ്പൊ അതിൽ 1200
കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഹയർ സെക്കൻഡറി എക്സാം ഉണ്ട്, അതിൽ 1200 കിട്ടുന്നുണ്ട്. അപ്പൊ ആ 1200 കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ ആ എക്സാം എപ്പോഴാ വരുന്നത് ആദ്യം പറയാമോ? സെപ്റ്റംബർ. That means you got only 2 months, am I right? Okay, yes. 2 months മാത്രമേ ഉള്ളൂ. അപ്പൊ വിചാരിക്കും ഇത് ജാനുവരി എന്ന് വിചാരിക്കാം. ഓക്കെ, ജാനുവരി 2021 എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 8-9 മാസം എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 9ാമത്തെ മാസത്തിലാണ് നിങ്ങൾക്ക് 1200 എന്നുള്ള ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നേടുമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, സോ അതിൽ എത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം? നിങ്ങൾ അതിന് അത്ര ഒരു മാർക്ക് കിട്ടുമെങ്കിൽ എത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം? I mean, when I say മണിക്കൂർ എത്ര മണിക്കൂർ സ്പെൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I'm talking about productive time അല്ല, focus time. രണ്ടെണ്ണം വ്യത്യാസം. I want everyone to go and type productive time and focus time. അത് രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പ്രൊഡക്റ്റീവ് ടൈം എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രൊഡക്റ്റീവ് ടൈം ഉണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യമാണ് എന്റെ പ്രൊഡക്റ്റീവ് ടൈം മീൻസ് ഏർലി 4 o'clock മുതൽ ഏകദേശം 10 മണി വരെ എന്റെ പ്രൊഡക്റ്റീവ് ടൈം. അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണി മുതൽ രാത്രി 12 മണി വരെയാണ് എന്റെ പ്രൊഡക്റ്റീവ് ടൈം. ഈ 2 ടൈം നടുവിലത്തെ ടൈം ഞാൻ എപ്പോഴും റിലാക്സ് ചെയ്യാനും അത് കൂടാതെ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈം രാവിലെ 10 മണി മുതൽ ഒരു വൈകുന്നേരം 6 മണി വരെ. അതിനുശേഷം ഈ 2 സ്പിയേഴ്സ് ആണ് എന്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം. പക്ഷെ ആ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ പ്രൊഡക്റ്റീവ് ടൈമിലേക്ക് ചിലപ്പോൾ എന്റെ വാട്സാപ്പിൽ എന്തെങ്കിലും നോക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റീവ് ടൈം പോയി. ആ പ്രൊഡക്റ്റീവ് ടൈമിൽ ഒരു ചെറിയ പെർസെന്റേജ് ആണ് നമ്മൾ ഫോക്കസ് ടൈം എന്ന് പറയാം. അപ്പൊ ഫോക്കസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ്സ് സേ നിങ്ങൾ പ്രൊഡക്റ്റീവ് ടൈം 3 hours ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 4 hours നിങ്ങൾ പ്രൊഡക്റ്റീവ് ടൈം. അപ്പൊ നിങ്ങൾ ഒരു അസൈൻമെന്റ് ഒന്ന് ഇരിക്കുന്നതിന് ഇന്ന് എനിക്ക് 3 അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. ആ 3 അസൈൻമെന്റ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങിയിരുന്നു. രാവിലെ 10 മണിക്ക് കിടന്നുറങ്ങി ഞാൻ വളരെ സുഖമായിട്ട്. പക്ഷെ ആ 10 മണിക്ക് കിടന്നുറങ്ങുന്നേക്കാൾ മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഓക്കെ, വിത്തിൻ ദിസ് നെക്സ്റ്റ് 1 hour ഐ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. വളരെ അസൈൻഡ് ആയിട്ടുള്ള ടാസ്ക്, ഫോക്കസ്ഡ് ആയിട്ടുള്ള ടാസ്ക്. അതിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അപ്പൊ പ്രൊഡക്റ്റീവ് ടൈമിന് നിങ്ങൾ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് ഫോക്കസ് ടൈം, വിത്തിൻ ദിസ് ഫോക്കസ് ടൈം ഐ ഹാവ് ടു അച്ചീവ് ദിസ്. ഇപ്പം ഹാദിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാദി എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു അലാം ക്ലോക്ക് സെറ്റ് ചെയ്യുക. 1 hour, എല്ലാ 1 hourൽ അലാം ക്ലോക്ക് ബീറ്റ് ചെയ്യുക. when it rings, you just make sure that you finish എന്തൊക്കെയാണ് ഉള്ളത് ആ ഒരു മണിക്കൂറിനുള്ള അത് തീർന്നേ മതിയാവും. അലാം ക്ലോക്ക് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന സാധനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒഴിവായി കിട്ടും. അത് മാത്രമല്ല നിങ്ങൾ ഹൈലി ഫോക്കസ്ഡ് ആയിരിക്കും. പ്രൊഡക്റ്റീവ് ടൈം അല്ല, ഫോക്കസ് ടൈം ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആദ്യനോട് ഞാൻ ഇത് ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ ആദ്യക്ക് ഇപ്പൊ 9 months എന്ന് വിചാരിക്കാം. ആ 9 months 1200 എന്നുള്ള മാർക്കാണ് നിങ്ങൾ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ആ 1200 കിട്ടുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ആദ്യം? Focus time. Total time ആണ് focus time, total focus time. 100 hours. Total 100 hours, is that correct? Okay, yeah. No, okay, let's say it's 100 hours. ആ 100 hours നിങ്ങൾ 9 divide ചെയ്യാം. Okay, once you divide it by 9, you will get per month എത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? You got me? Yeah. Okay, whatever amount you're getting, if you divide by 9, whatever amount you're getting, then you divide that by 30. You got me? Okay, or you divide by 4. You divide by 4. So അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി ഇത് കിട്ടി. വീക്ക്ലി what you want to achieve അത് കിട്ടി. ഇതേ സംഭവം തന്നെയാണ്. I want everyone to write down. ഇതേ സംഭവം തന്നെയാണ് നിങ്ങൾക്ക് ഒരു 9 മാസത്തിൽ ലെറ്റ്സ് നിങ്ങൾക്ക് ഒരു 10 lakh rupees കിട്ടണമെന്ന് വിചാരിക്കാം. ഇപ്പൊ ആദ്യം ഇവിടെ ടൈമിന്റെ കാര്യം പറഞ്ഞു, മാർക്കിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് 10 lakh rupees കിട്ടണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ 10 lakh rupees വേണ്ടി എത്ര മണിക്കൂർ എന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. ഐ വോണ്ട് എവ്രിവൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആദ്യം വേണ്ടി ഞാൻ ടൈമാണ് പറഞ്ഞത്, because it takes time to learn something. പക്ഷെ നിങ്ങൾ അതേ സമയത്ത് ഇവിടെയുള്ള വ്യക്തികൾ ആരൊക്കെയാണോ, നിങ്ങൾ ബിസിനസ്മാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓൺടർപ്രണേഴ്സ് ആണെങ്കിൽ ദിസ് ഇസ് എ സിമ്പിൾ ഇക്വേഷൻ. നിങ്ങൾക്ക് എക്സ് നമ്പർ ഓഫ് എമൗണ്ട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുന്ന വിചാരിക്കുക. ഇപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 9 മാസത്തെ പീരീഡ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു 10 lakh rupees ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് ടൈം കൊണ്ടല്ല. ആദ്യനോട് ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ പൈസന്റെ കാര്യത്തിൽ ഒരിക്കലും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര ടാസ്ക് കൊണ്ടെന്നുള്ള. How many of you got it? Just go and type task. എത്ര ടാസ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ആ ടാസ്ക് എങ്ങനെ? ആ ടാസ്ക് ഓരോ ടാസ്കിന് നിങ്ങൾക്ക് ഒരു പ്രൈസ് വാല്യൂ ഉണ്ടാവും, മണി വാല്യൂ ഉണ്ടാവും. How many of you got it? ഒരു ടാസ്കിന് ഇത്ര വാല്യൂ ഉണ്ട്. അപ്പൊ എത്ര ടാസ്ക് ഞാൻ ഒരു മാസത്തിൽ ചെയ്യണം? 9 മാസം ആകുമ്പോൾ എത്ര ടാസ്ക് ചെയ്യണം? അത് ഒരു മാസത്തിൽ എത്ര ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം? ഏത് ടാസ്കുകളിലാണ് എനിക്ക് കൂടുതൽ ഹൈ പ്രീമിയം എമൗണ്ട് കിട്ടാം? You got me? ചില ടാസ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 1000 rupees ഉണ്ടാവുള്ളൂ, മറ്റേ ടാസ്ക് ചിലപ്പോൾ 50,000 rupees ഉണ്ടാവും.
അപ്പൊ അവിടെ നിങ്ങൾ 80-20 പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ട് പറയാം, ഓക്കെ ഞാൻ ഈ 1000 rupees കിട്ടുന്ന ടാസ്ക് അല്ല ചെയ്യാം, പക്ഷേ ഹാദിക്ക് അത് പറ്റില്ല. ഹാദിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഹാദിക്ക് മനസ്സിലായില്ലേ? ഹാദിക്ക് ടൈം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും, കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യു ഹാവ് ടു ട്രേഡ് യുവർ ടൈം ഫോർ ദാറ്റ്. However, നിങ്ങൾ അതും ടൈം എങ്ങനെയാണ് ചെയ്യുന്നത്, മണി എങ്ങനെ ചെയ്യുന്നത്, കംപ്ലീറ്റ് വ്യത്യാസം. മണി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ടാസ്ക് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ടാസ്ക് ആയിട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രീമിയം ഏത് ടാസ്കിന് കിട്ടത് അതിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. അതിന് ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. 80% ഫോക്കസ് ചെയ്യില്ല അതിലാണ്. പക്ഷെ അത് വളരെ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് അത് നിങ്ങളെ 10 lakh rupees ഉണ്ടാക്കണം. ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാം ചെയ്യരുത്. ചില വ്യക്തികളുണ്ട് ഒരുപാട് ടൈം ട്രേഡ് ചെയ്തിട്ട് അവര് രാവും പകലും അവരെന്താ ചെയ്യുക, എന്തെങ്കിലും ഇൻവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടാവും. അവര് കംപ്ലീറ്റ് ബിസി ആയിരിക്കും ആൾക്കാർ. ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ ബിസി ആയിട്ടുള്ള ആൾക്കാർ? അത്ര പേരുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യാം, ബിസി എന്ന് ടൈപ്പ് ചെയ്യാം, ബി എന്ന് ടൈപ്പ് ചെയ്യാം, ബി എന്ന് ടൈപ്പ് ചെയ്യാം. ആരൊക്കെ ബിസി ആയിട്ടുള്ള വ്യക്തികൾ? Go and type B. Okay, I can see Sumaya is very busy. Rayana is busy. Shamira is busy. ഒന്നും മനസ്സിലാക്കുക, ബിസി എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് അല്ല കേട്ടോ. ഞാൻ ബിസി അല്ലാത്ത വ്യക്തിയാണ്. എന്നോട് എല്ലാവരും ചോദിക്കും സെൻസ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നിങ്ങൾ ഏത് വാട്സപ്പ് എനിക്ക് അയച്ചു തന്നാൽ അതിന് മറുപടി ഞാൻ അയക്കും, കാരണം ഞാൻ ബിസി അല്ലാത്ത വ്യക്തിയാണ്. Always understand that busy and productivity and result has nothing to do. ഒരു ബിസി ആയിട്ടുള്ള വ്യക്തി എന്നാണ് നിങ്ങൾ ബിസി അല്ല എന്ന് പറഞ്ഞാൽ അന്നായിരിക്കും നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവാം. ഇപ്പം ഞാനിപ്പോ ഹാദിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹാദി പറഞ്ഞു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞുള്ള സംഭവമാണ് പുള്ളിക്കുള്ളത്. ചിലപ്പോൾ ഹാദിന് ചോദിച്ചാൽ ഹാദി ചിലപ്പം ബിസി ആയിരിക്കാം, but he is not able to produce the result that he wants to produce in his studies or whatever it is. Procrastination വന്ന കാരണം. So what you have to ask yourself, Hadi, in the busy ന്റെ കാര്യമല്ല, how am I using or utilizing my focus time? കിട്ടിയോ ഹാദിക്ക്? Yes. Okay, so what you have to do, adine the divided by 9. For example, January mudal thodangana, divided by 9, then divided by 4, and then divided by 30 days. You got me? So every day now you have got a time span. Our time span അനുസരിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. Okay, it's not really ഒരു ദിവസം ഒരു മണിക്കൂർ അല്ല അരമണിക്കൂർ എന്നുള്ള രീതിയല്ല. What is that you are going to cover in that very specific week? നല്ല കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് എനിക്ക് ഗോൾ സെറ്റിങ്ങിനൊന്നും കുറിച്ച് എനിക്കറിയില്ല. ശരിക്കും ഒരു 2 വർഷം എടുക്കേണ്ട കോഴ്സുകൾ, 2 വർഷം എടുക്കേണ്ട അയാറ്റന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ്, ഈവൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ ഒരു ഇൻസ്ട്രക്ടറും ടീച്ചറും ഇല്ലാതെ ഞാൻ 3 മാസം കൊണ്ട് കവർ ചെയ്ത വ്യക്തിയാണ്. വേൾഡിൽ ഫസ്റ്റ് ആയിരുന്നു ഞാൻ അത് ചെയ്തത്. ഏവിയേഷൻ സ്റ്റഡീസിൽ ലോകത്ത് 7ാമത്തെ ആളാണ് ഞാൻ. അതേപോലെ സീനിയർ മാനേജ്മെന്റ്, ഏവിയേഷൻ സീനിയർ മാനേജ്മെന്റ് ലോകത്ത് ഫസ്റ്റ് വ്യക്തിയാണ്. അതൊക്കെ എങ്ങനെ ചെയ്തത് ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് 2 വർഷത്തെ കോഴ്സൊക്കെ ഞാൻ 3 മാസം കൊണ്ടാണ് ചെയ്ത് തീർത്തിരുന്നത്. So is it workable? The answer is yes, workable, but you have to be completely focused. Appo adu പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരും ഡിസ്കണക്ട് ചെയ്യും. അന്നൊന്നും മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാത്ത കാലാണ്. ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഡിസ്കണക്ട് ചെയ്യും. ഞാൻ ഒരു റൂമിൽ പോയിരിക്കും, കംപ്ലീറ്റ് ലോക്ക്ഡ് ആയിരിക്കും. ഒരു തരത്തിലുള്ള ഫ്രണ്ട്സോ ഒരു തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടാവില്ല. ബിക്കോസ് I want to completely focus on what I want to achieve on that particular day. Is that okay? Okay, sir. Okay, so just follow that. I'm quite sure, but you need to have something in writing. എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ എന്ത് ചെയ്യണം, ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് എഴുതി വെച്ചാൽ you will be able to do that. Right? Don't be busy. If you're busy, then you're not productive. Don't be busy. Be free. Cool. Thank you. Let's go to the next. Let's go to the next caller, please. I can see. Hello. Yes, Jafar Ali. എനിക്ക് 80-20 പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഈ പഠനത്തിലും അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിലല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും 80-20 പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ജാഫർ അലിക്ക് എത്ര ഷർട്ട് ഉണ്ട്? എത്ര ഷർട്ട് ഉണ്ട് ജാഫർ അലിന്റെ അടുത്ത്? ഷർട്ട് ഏതാണ്ട് ഒരു 10 ഷർട്ട് ഉണ്ടോ? അതിൽ എത്ര ഷർട്ട് സ്ഥിരമായിട്ട് ഇടുന്ന ഷർട്ട് എത്ര ഉണ്ട്? സ്ഥിരമായിട്ട് ഇടുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 5 ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനാണ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ, അതായത് നിങ്ങൾക്ക് 5 ഷർട്ട് ഇടാത്ത 5 ഷർട്ട് നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. Am I right? You got me? ആ 5 ഷർട്ടാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 20% മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. 100% ദിവസങ്ങളിൽ നിങ്ങൾ ആ 20% ഷർട്ട് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. Am I right?
അതേപോലത്തെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോട് ചോദിച്ചു വെക്കുക, നിങ്ങളൊരു നിങ്ങൾ ഒരു ഭക്ഷണം ചിലപ്പം അരി കൊണ്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഇത് കൊണ്ടുണ്ടാവും, എന്താ ഗോതമ്പ് കൊണ്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ റവ കൊണ്ടുണ്ടാവും, ചിലപ്പോൾ മൈദ കൊണ്ടുണ്ടാവും. പക്ഷെ ഇതുകൊണ്ട് 10-100 കണക്കിൽ സാധനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കഴിക്കുന്ന ഒരേ സാധനമായിരിക്കും. എത്ര പേര് മനസ്സിലായത്? ചിലപ്പം അരിപ്പൊടി കൊണ്ട് ഒരു പുട്ട് മാത്രമായിരിക്കും നിങ്ങൾ കഴിക്കണ്ടാവും, നിങ്ങൾ വേറെ ഒന്നും കഴിക്കണ്ടാവില്ല. അതിന് വേറെ പല സാധനം ഉണ്ടാക്കുക. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ഐ ഗോട്ട് ഇറ്റ്. സോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ ഒരു സാധനം നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതന്നെ we keep on doing, or we keep on eating, or we keep on doing the same thing again and again. 80-20 principle every. ഒന്ന് ഡിസ്കണക്ട് ആയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 80-20 പ്രിൻസിപ്പിൾ നമ്മൾ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും എല്ലാ സ്പിയറിലും നമ്മൾ അപ്ലൈ ചെയ്യണം. വെദർ ഇറ്റ് ഇസ് ഇൻ അവർ ക്ലോത്തിങ്, വെദർ ഇറ്റ് ഇസ് അവർ what you call productivity, whether it is in our for example our team members, എല്ലാ സ്ഥലത്തും ഒരു വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ സ്റ്റാഫ് മെമ്പേഴ്സ്, ചിലപ്പോൾ 10 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടാവും. ഈ 10 സ്റ്റാഫ് മെമ്പേഴ്സും നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ആഴ്ച നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ടാർഗറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഈ 10 ആൾക്കാരെ വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരു 6 ആൾക്കാരെ കുറിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ആ 4 ആൾക്കാരെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ 6 ആൾക്കാർ ചിലപ്പോൾ അവിടെ വേസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അവർക്ക് നിങ്ങൾ സാലറി കൊടുക്കുന്നുണ്ടാവും, അവരിൽ നിന്ന് യാതൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളൊരു ഹെൽത്ത് ചെക്ക് ചെയ്യണം എന്ന് പറയും. ഓക്കെ, യു ഹാവ് ടു ഡു എ ഹെൽത്ത് ചെക്ക് എവറി 3 months. യു ഹാവ് ടു ഡു എ ഹെൽത്ത് ചെക്ക്. നമ്മൾ സാധാരണ ബ്ലഡ് പ്രഷറും നമ്മളെ കൊളസ്ട്രോളിനൊക്കെ ചെക്ക് ചെയ്യണ പോലെ തന്നെ നിങ്ങൾ റിസൾട്ടിന് നിങ്ങൾ ചെക്ക് ചെയ്യണം. റിസൾട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ നോക്കണം ആ റിസൾട്ട് എവിടെന്നാ വരുന്നത് നോക്കണം. ഏത് സ്പിയറിന് എന്ത് റിസൾട്ട് ആയാലും, അത് ബോഡി റിസൾട്ട് ആയിരിക്കും വേണ്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടീം റിസൾട്ട് ആയാലും വേണ്ടില്ല, ഫിനാൻഷ്യൽ റിസൾട്ട് ആയാലും വേണ്ടില്ല, എഡ്യൂക്കേഷൻ റിസൾട്ട് ആയാലും വേണ്ടില്ല, ആ റിസൾട്ട് നിങ്ങൾക്ക് എവിടുന്നാ വരുന്നത് നോക്കാം. ആ എവിടുന്നാണ് കൂടുതൽ വരുന്നത് അതിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ഏത് സെക്ടറിനാണ്, ഏത് സ്പിയറിനാണ് നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ, ഫിനാൻഷ്യൽ, എക്കണോമിക്കൽ, സ്പിരിച്വൽ, ഇമോഷൻ, whatever it is, അതിന് മറ്റുള്ളവർക്ക് ആൾക്ക് കൊടുക്കുക. ചിലപ്പോൾ ആ കൊടുക്കണ ചിലപ്പം ആ 80% ചിലപ്പോൾ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും. ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത് വളരെ ഗുണകരമായിട്ട് ആയിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ഉദാഹരണം, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടീഷർട്ട് നമ്മൾ മറ്റുള്ള ആൾക്ക് കൊടുക്കുക. നമ്മൾ ഇടാത്ത ഒരു ടീഷർട്ട് മറ്റുള്ള ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അയാൾക്ക് ഉപകാരം ഉണ്ടാവും. അയാളുടെ 20% അത് വരും. സോ എനിത്തിങ് വിച്ച് യു ആർ നോട്ട് യൂസിങ് യുവർ ടൈം ഓർ യുവർ എഫേർട്ട്, യുവർ നോളജ്, യുവർ സ്കിൽ, whatever it is, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ എവിടെ നിന്ന് പഠിക്കുകയാണെങ്കിലും ആ പഠിക്കുന്നത് കംപ്ലീറ്റ് അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ 20% വരുള്ളൂ. നിങ്ങൾ അത് ഇപ്പൊ എന്റെ അടുത്ത് എന്തൊക്കെ കേൾക്കേണ്ട അത് കേട്ടിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യണില്ലെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് വാട്ട്സ് ഗോണ ഹാപ്പൻ, അത് നിങ്ങൾ ആ 20% വരുന്നില്ല. ആ 20% വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാട്ട് ഇസ് ദാറ്റ് യു ആർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഓഫ് 80%. നിങ്ങൾ വർക്ക് ചെയ്യുന്ന 20% ആണ്, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യണം. അതിനാണ് ലിവറേജിംഗ് എന്ന് പറയാം. നിങ്ങൾ ലിവറേജ് ചെയ്യുക, നിങ്ങൾ ടൈം ലിവറേജ് ചെയ്യുക, നിങ്ങൾ എഫേർട്ട് ലിവറേജ് ചെയ്യുക, നിങ്ങൾ മണി ലിവറേജ് ചെയ്യുക. നിങ്ങൾ റിസൾട്ട് 80% ആയിരിക്കും, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് 20% ആയിരിക്കും. അത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുന്നതാണ്. Did I answer, Jafar? Did I answer the question? Yes. Okay. Thank you so much. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ജാഫറിന്റെ അടുത്ത് ഡൈനിങ് ടേബിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, ജാഫറിന്റെ അടുത്ത് ഡൈനിങ് ടേബിൾ എന്ന് വിചാരിക്കാം. അതിൽ 6 സീറ്റ് എന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? ജാഫർ കേൾക്കുന്നുണ്ടോ? ഡൈനിങ് ടേബിൾ 6. നിങ്ങളുടെ അടുത്ത് ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഭക്ഷണം കഴിക്കുന്ന ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ 6 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, 6 ചെയർ ഉണ്ടെന്ന് വിചാരിക്കാം. 6 ചെയർ. ഓക്കെ, പക്ഷെ നിങ്ങൾ പോയി ഇരിക്കണം ഒരേ ചെയറിൽ, ഒരേ സ്ഥലത്തായിരിക്കും നിങ്ങൾ പോയി ഇരിക്കണം എല്ലാ ദിവസവും. അതെ, ഞാന് പിന്നെ ഹോട്ടലിൽ ചെന്നിട്ട് ഈ മെനു കാർഡിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് പറയാ ഒരു ബീഫും ചിക്കനും പോറ്റാണ്. അതെ, ബീഫ് നിങ്ങൾ എന്താ കഴിക്കുന്നത് അതന്നെ ആയിരിക്കും സ്ഥിരം പറയില്ല. അതിൽ 100 കണക്കിൽ മെനുവിൽ 100 കണക്കിൽ സാധനം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഒരൊറ്റ സാധനം വീണ്ടും ആവർത്തിക്കുന്ന, അതിനെയാണ് നമ്മൾ 80% എന്ന് പറയുന്നത്, 80-20 പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. Did I answer your question? Yes, absolutely. Okay. Thank you so much. You're most welcome. So let's move on to the next caller, please. Hello. Yes. Sir, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് നമുക്ക് 80 പ്രൊഡക്ടിവിറ്റി ആണോ അതോ 20 ആണോ പ്രൊഡക്ടിവിറ്റി? ഐ മീൻ 20 പ്രൊഡക്റ്റീവ് 80 റിസൾട്ട് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ ആകുമ്പോ 20 ഇപ്പൊ നമ്മൾ 20 എങ്ങനെയാണ് 80 പ്രൊഡക്ടിവിറ്റി ആയി വരുന്നത്? ശരിക്കും ഇപ്പൊ സാർ സ്റ്റാഫ് കട്ടിന്റെ കാര്യം എക്സാമ്പിൾ ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ നോർമലി കേസിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ആ ആളുകളെ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ കുറവ് വരുത്തുന്നതിനെയാണോ അതിൽ ഉദ്ദേശിക്കുന്നത്? അതല്ല 24 hours എടുത്തിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതല്ല, ഇപ്പൊ നിങ്ങൾ സ്റ്റാഫിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ KPI എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും അല്ലെ മുസ്തഫ?
KPI എന്നാണ് സംഭവം, അറിയാവോ? KPI അറിയാവോ മുസ്തഫക്ക്? മുസ്തഫ ഓൺ ചെയ്തു, ഞാൻ മുസ്തഫനോട് സംസാരിക്കും. KPI എന്ന് പറയും. KPI അറിയോ? KPI ഇല്ല സാർ, അറിയില്ല. ഓക്കെ, KPI എന്ന് വെച്ചാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. ഓക്കെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആ മാനേജർ, നിങ്ങൾ സീനിയർ മാനേജർ ആരോ അവരൊപ്പം ഇരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ നിങ്ങൾ VP-ന്റെ ഒപ്പം ഇരിക്കും, നിങ്ങൾ VP ആണെങ്കിൽ CEO-ന്റെ ഒപ്പം ഇരിക്കും. എന്നിട്ട് എല്ലാ 3 മാസവും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ പോലെ തന്നെ വേറെ സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളെ പോലെ തന്നെ ഒരു 10 സ്റ്റാഫ് മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ചാലഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ചാലഞ്ച് ഉണ്ടാവും, തീർച്ചയല്ലേ? നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ്, whatever it is ഫിനാൻഷ്യൽ ടാർഗറ്റ് അല്ലെങ്കിൽ whatever ടാർഗറ്റ് ഇറ്റ് ഇസ്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽക്ക് ഓരോ ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ ഈ KPI ചെയ്യുമ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളെ മാനേജറിനായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 3 months പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ ടാർഗറ്റ് ചിലപ്പോൾ മീറ്റ് ചെയ്യണില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ 4 ആൾക്കാരുടെ കറക്റ്റായിട്ട് ഇത് ചെയ്യേണ്ടത്, അത് മീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ ആ 20% ആണ് ശരിക്കും ബിസിനസിന്റെ 80% റവന്യൂ അല്ലെങ്കിൽ whatever it is റിസൾട്ട് കൊണ്ടുവരുന്ന ആ 4 ആൾക്കാരുടെ ഇതായിരിക്കും, അവരെ അധ്വാനം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ചെയ്യേണ്ടത് മറ്റുള്ളവരെ പിടിച്ച് പുറത്താക്കാന്നല്ലേ. പുറത്താക്കാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6 ആൾക്കാരെ എങ്ങനെയാണ് ഈ 20-ലേക്ക് കൊണ്ടുവരാൻ നോക്കണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക? അവിടെയാണ് ഈ മാനേജർ അല്ലെങ്കിൽ സീനിയർ മാനേജർ അല്ലെങ്കിൽ VP എന്താ ചെയ്യേണ്ടത്, അവരായിട്ട് കോച്ചിങ് നടത്തണം. കോച്ചിങ് നടത്തിയിട്ട് അവർക്ക് എന്തൊക്കെ കുറവുകൾ എന്നുള്ള അവരിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഞാനല്ല പറഞ്ഞു കൊടുക്കും. ഒരു മാനേജർ ആസ് എ മാനേജർ അല്ലെങ്കിൽ സീനിയർ മാനേജർ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള കുറവ് ഞാനല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളാണ് എന്നോട് പറയേണ്ടത്. സെൻസ് എനിക്ക് ഇന്നതുണ്ട്, ഇത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഓക്കെ വെരി ഗുഡ്, ഇത് ചെയ്യാൻ പറ്റും, ഓക്കെ വെരി ഗുഡ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. യെസ്, ഓക്കെ, അടുത്ത 3 മാസം ഉണ്ട്, അടുത്ത 3 മാസത്തിന്റെ ഉള്ളിൽ ഇന്ന സംഭവം ഞാൻ പ്രൊവൈഡ് ചെയ്യാം. However, you have to bring the result. മനസ്സിലായില്ലേ മുസ്തഫക്ക്? മനസ്സിലായില്ലേ? ഓക്കെ, ആ 3 മാസം ഞാൻ വീണ്ടും അവർക്ക് കോച്ചിങ് കൊടുക്കാം. അവർക്ക് ആവശ്യപ്പെട്ട സാധനം, അവർ ചോദിച്ച സാധനം ലോജിക്കായിട്ട് വർക്ക് ഔട്ട് ആവുന്ന സാധനമാണെങ്കിൽ ഞാൻ അത് പ്രൊവൈഡ് ചെയ്യും. ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും നോക്കും എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. അതല്ല റിസൾട്ട് ഇല്ലാന്ന് വിചാരിക്കാം. റിസൾട്ട് ഇല്ലാന്ന് വിചാരിക്കഴിഞ്ഞാൽ പക്ഷെ ഈ 6 വ്യക്തികൾ നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് വിചാരിക്കാം. ഈ 6 വ്യക്തികൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്, പക്ഷെ ആ വ്യക്തികൾ എന്റെ ഡിപ്പാർട്ട്മെന്റിന് സൂട്ടബിൾ അല്ല. എനിക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവല്ലോ, ആ ഡിപ്പാർട്ട്മെന്റ് അവർ സൂട്ടബിൾ അല്ലെങ്കിൽ ഇനി അവരോടുള്ള ചോദ്യം എന്താണ്? കാരണം ഞാനുള്ള കോച്ചിങ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടും അവർ എനിക്ക് പ്രൊഡക്റ്റീവ് അല്ല, റിസൾട്ട് കൊണ്ടുവരില്ല. അപ്പൊ അവരായിട്ട് ഇരുന്നിട്ട് വീണ്ടും കോച്ച് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകൾ എന്താ, നിങ്ങളുടെ പാഷൻ എന്താ? അപ്പൊ ഓക്കെ സെൻസ് എനിക്ക് സെയിൽസിലാണ് ഇഷ്ടം, എനിക്ക് HR ഇഷ്ടമല്ല, വെരി ഗുഡ്. ഇനി ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എന്റെ ഹയറാക്കി അനുസരിച്ച് സെയിൽസിലെ മാനേജറായിട്ട് ഞാൻ പുള്ളിക്കാരനായിട്ട് ഡയലോഗ് ഉണ്ടാക്കണം. ഇതാ എന്റെ അടുത്ത് നല്ല സ്റ്റാഫ് മെമ്പർ ഉണ്ട്, നിങ്ങൾക്ക് നല്ലതായിരിക്കും പറഞ്ഞിട്ട് അവിടെ ഒരു വേക്കൻസി വന്നാൽ ഈ വ്യക്തിനെ അങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ ഈ വ്യക്തിനെ പിടിച്ച് പുറത്താക്കല്ലേ ചെയ്യില്ലേ? അത് ലീഡർഷിപ്പ് അല്ല, അത് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഒരു വ്യക്തിനെ വളർത്തിക്കൊണ്ട് ആ വ്യക്തി വളരുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് എവിടെയാണ് കഴിവുള്ള അങ്ങോട്ട് വിട്ടിട്ട് അവിടെ വളർത്താം. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താ ചെയ്യാ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി ചിലപ്പോൾ ഈ വ്യക്തിനെ നമ്മൾ ആ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഇയാൾക്ക് ശരിക്കും ഹൈലി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇയാൾ അവിടുത്തെ 20% വന്ന് മാറി. ആൻസർ കറക്റ്റ് മനസ്സിലായില്ലേ മുസ്തഫ? Thank you very much. Thank you. You're most welcome. Let's move to the next question, please. Dear Sensei. Yeah. ഞാൻ മുഹമ്മദ് ഷാവുൽ അമീദ്. Okay, ഷാവുൽ എവിടുന്നാണ്? മലപ്പുറം. Okay, പറഞ്ഞോളൂ. ഈ വിഷൻ ബോർഡ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഫലം ചെയ്യുന്നുണ്ടെന്ന്. Okay, ഷാവുലിന്റെ വിഷൻ ബോർഡ് ഉണ്ടോ? ഞാൻ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, vision board super, go for it 100%. Okay, I would highly recommend, Shahul, highly recommend. ഞാൻ ഇപ്പൊ ഈ ഒരു റൂം നിങ്ങൾക്ക് ശരിക്കും ഞാൻ ലൈറ്റ് കാണിക്കില്ല, അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല, അത് കാണിച്ചാൽ അറിയാം. നിങ്ങൾ കംപ്ലീറ്റ് ഗ്രീൻ കളറാ. ഇത് എന്റെ വിഷൻ ബോർഡ് ഉണ്ടായിരുന്ന സംഭവം. പക്ഷേ ആ വിഷൻ ബോർഡ് ഉണ്ടായിരുന്നപ്പോഴും ഞാനും വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു ഗ്രീൻ റൂം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചത്. വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീൻ റൂമായി. പിന്നീട് ഞാൻ ആലോചിച്ച് എന്റെ വിഷൻ ബോർഡ് ഈ റൂം ഉണ്ടായിരുന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം, നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതില്ലാതെ തന്നെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം.
അതിൽ ഏറ്റവും വലിയ തെറ്റും അത് വന്നിട്ടുള്ള സീക്രട്ട് എന്ന ഫിലിമിൽ വന്ന തെറ്റിദ്ധാരണ വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ പത്തിയിൽ എത്തുന്നുള്ള ആ ഒരു വിശ്വാസം തെറ്റാണ്. ആ വിശ്വാസം പാടില്ല. അതായത് നിങ്ങളൊന്ന് ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വരില്ല. അതിനുള്ള ആക്ഷൻ എടുക്കണം. ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അതിലുണ്ടായിരുന്ന ടീച്ചേഴ്സ്, ഇപ്പൊ ജാക്ക് ആൻഡ് ഫീൽഡ് എന്നുള്ള ടീച്ചർ ഉണ്ട്, അതിന്റെ ഇയാൾ ഒരാൾ വ്യക്തി, അതിൽ അഭിനയിച്ച ഒരു വ്യക്തി ഇയാളാണ് ജാക്ക് ആൻഡ് ഫീൽഡ്, ബോബ് പ്രോക്ടർ ഉണ്ട്. അവരെല്ലാരും പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച പോലെയുള്ള ഫിലിം വന്നിട്ടില്ല. ഈ ഫിലിം വന്നപ്പോൾ അത് പിന്നെ അതിന്റെ ബുക്സ് ഒക്കെ വന്ന് അതിലൊക്കെ വന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന അങ്ങനെയല്ല. ലോ ഓഫ് അട്രാക്ഷനിൽ 99% അല്ല 100% നിങ്ങൾ വിശ്വസിക്കണം. മനസ്സിലാവണ്ട ഷാവുൽ? മനസ്സിലായി? 100% നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഇത് കിട്ടുന്നുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 100 പോയിട്ട് 99 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ഷുവറാണ്. 100% എന്തായാലും എനിക്കത് കിട്ടുന്നുള്ള പൂർണ്ണ ഇതുണ്ടായിരിക്കണം, ഒരിക്കൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ മുഹമ്മദ് അലി ഈവൻ ബിഫോർ ഹി ബിക്കേം ദ ചാമ്പ്യൻ, ഐ എം ദ ചാമ്പ്യൻ എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ്. അതായത് റിംഗിൽ പോകുമ്പോൾ പുള്ളി ഇത് ചാമ്പ്യൻ ആവണേക്കാൾ മുമ്പ് പറഞ്ഞൊരു വാക്കാണ് ഐ എം ദ ചാമ്പ്യൻ ഈവൻ ബിഫോർ ഐ ബിക്കേം ദ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നല്ല, വിശ്വാസമാണ്. മനസ്സിലാവണ്ട? ആ 100% വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ലോ അട്രാക്ഷൻ ചെയ്യുമ്പോൾ അതിനൊപ്പം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഈ വിഷൻ ബോർഡ് ഒക്കെ വരുന്നുണ്ട്. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അഫർമേഷൻ വരുന്നത്. ഈ അഫർമേഷന്റെ ബോർഡ് ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 100 അഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ആ 100 അഫർമേഷൻ തത്ത പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഫർമേഷൻ നടക്കാൻ പോകുന്നില്ല. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് 100 അഫർമേഷൻ ഉണ്ട്. നിങ്ങൾ ഹെൽത്തിനുള്ള അഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, പണത്തിനുള്ള അഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജോബിന്റെ അഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അഫർമേഷൻ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. അതിന് മീനിങ് മനസ്സിലാവണേ, അത് കിട്ടാൻ പോലെ ഡേ ബൈ ഡേ എവറി ഡേ ഐ എം ഗെറ്റിംഗ് റിച്ചർ ആൻഡ് റിച്ചർ, ഡേ ബൈ ഡേ എവറി ഡേ ഐ എം ഗെറ്റിംഗ് ഹെൽത്തിയർ. കുറെ സംഭവങ്ങളാണ്. പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസം വേണം. മനസ്സിലായി? അത് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റണം. അത് ഫീൽ ചെയ്യാൻ പറ്റണം. അതിന്റെ സന്തോഷം കാണാൻ പറ്റണം. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കാൻ പോകില്ല. അപ്പൊ നിങ്ങളുടെ ചോദ്യം, ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കാൻ പറ്റൂ? ലോ ഓഫ് അട്രാക്ഷൻ യു ക്യാൻ ബിലീവ് ആസ് ലോങ് ആസ് യു ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു വർക്ക്. യു വിത്ത് മീ? സർ, ഈ വിശ്വസിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയാവൂലേ? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളേറെ വേദനിക്കൂലേ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് നിങ്ങൾ ആദ്യം പരാജയപ്പെടണം, ആദ്യം തോൽക്കണം എന്ന് പറയാനുള്ള കാരണം. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ നോക്കുക, അവര് പറയും ആദ്യം തോൽക്കണം എന്ന് പറയാം. എന്തുകൊണ്ടാ പറഞ്ഞത് ആദ്യം തോൽക്കണം? ഇത് അവരുടെ എക്സ്പീരിയൻസ് എന്നാ പറഞ്ഞത്. നമ്മൾ തോറ്റ് അതിൽ നിന്ന് പഠിക്കണം. അല്ലാതെ നമ്മൾ വിജയിച്ചിട്ട് പിന്നെ തോറ്റു കഴിഞ്ഞാൽ അത് തോൽവിയല്ല, പരാജയമായിട്ട് മാറില്ല. രണ്ടും വ്യത്യാസം. പരാജയവും തോൽവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. One is called failing, other one is called failure. Failing, you have to fail fast and learn fast. അതായത് ചെറിയ തെറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിന് പഠിക്കുക. ചിലപ്പം പൈസ പോയി കിട്ടും, അത് സാരില്ല, അതിന് പഠിക്കുക. അതൊരു ലെസൺ. നിങ്ങൾ എവിടെയാണ് നിങ്ങളെ പൈസ നിങ്ങൾ പോയി കിട്ടുന്നത് വിചാരിക്കുക അതൊരു ട്യൂഷൻ ഫീ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ഫീ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. മനസ്സിലാവണ്ടോ ഷാവുൽ? മനസ്സിലായ? എവിടെയാണ് നിങ്ങൾക്ക് പൈസ നഷ്ടമാണത് അതിന് ബാക്കിൽ പോയിട്ട് കരേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിക്കുക, അതൊക്കെ അതൊരു ട്യൂഷൻ ഫീ ആണ്. അത് ഞാൻ ഒരു ലെസൺ പഠിച്ചു. വീണ്ടും നിങ്ങൾ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോയത് കേട്ടോ. എത്ര പേർക്ക് അത് മനസ്സിലായി? വീണ്ടും ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോയത്. ഒരു പ്രാവശ്യം ട്യൂഷൻ ഫീസ് കൊടുക്കുക. അതായത് തെറ്റ് ചെയ്തിട്ട് അതിന് പഠിക്കുക. ഒരു പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും മറ്റൊരു തെറ്റ് ചെയ്ത് ട്യൂഷൻ ഫീസ് ഒറ്റ പ്രാവശ്യം കൊടുക്കാൻ പാടില്ല. ഒരു തെറ്റിന് ഒരു ട്യൂഷൻ ഫീസ്. അതിന് പഠിച്ചിട്ട് അതിന് കറക്റ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. പക്ഷെ ഇത് വെറും വിജയിക്കുന്ന ഒരാളാണ്. എന്റെ ചരിത്രം ഞാൻ ഇവിടെ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് എന്റെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇൻഡസ്ട്രിയിലും, ഏതൊക്കെ ഇൻഡസ്ട്രിയിലും ഞാൻ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ തോറ്റിട്ടുള്ളൂ. തോറ്റിട്ടുള്ള ലാസ്റ്റിൽ തൊപ്പിയിട്ടിട്ടതിന് ശേഷം ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. യു ഗോട്ട് മീ? ഞാൻ ഒറ്റ ഇതിൽ ജയിച്ച ആളല്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി ജയിച്ച് വരികയാണെങ്കിൽ അയാൾ തോൽവി കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന വെച്ചാൽ ഒരു ടോപ്പ് ലെവലിൽ, ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് അത്, എല്ലാം നേടിക്കഴിഞ്ഞിട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം അല്ലത് ഷാവുൽ? അവിടെ എല്ലാം ജയിച്ചിട്ട് ഒരു വ്യക്തി ലാസ്റ്റിൽ വന്നിട്ട് തോൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തോൽവി എന്നുള്ള ടേസ്റ്റ് ചെയ്തിട്ടില്ല ആള്. ആം ഐ റൈറ്റ്? തോൽവി എന്ന ടേസ്റ്റ് ചെയ്തില്ല. കാരണം എല്ലാം ജയിച്ച് വന്നിട്ടുള്ള ലാസ്റ്റ് ലൈൻ തോൽക്കണം. അപ്പോഴേക്കും ചിലപ്പം ഈ വ്യക്തി ചിലപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും, പുള്ളി ഏത് ഇൻഡസ്ട്രിയിലാണ് അതിലൊക്കെ വിജയിച്ചിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവും. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് പരാജയപ്പെടുമ്പോൾ ഡ്രഗ് അഡിക്ഷനിലും അതേപോലെ ആൽക്കഹോൾ അഡിക്ഷനിലും അതേപോലെ തന്നെ ആത്മഹത്യ ചെയ്യണ കേട്ടില്ലേ? എന്താണ് അത്? അവർ ചിലപ്പോൾ $1 million ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് എന്തെങ്കിലും ലാസ്റ്റിൽ എത്തിയിട്ടാണ് പൊട്ടുന്നത്. ഇത് ഓർക്കാം.
ഇത് ഓർക്ക് എപ്പോഴും ഐ വോണ്ട് എവ്രി വൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു കാറ് വളരെ സ്ലോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാറിന് സ്റ്റിയറിംഗ് മാറ്റി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. കാർ സ്ലോയിൽ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് മനൂവർ ചെയ്ത് പോകാം. ഒരു 100 സ്പീഡിൽ പോകുന്ന കാർ അല്ലെങ്കിൽ 120 സ്പീഡിൽ പോകുന്ന കാർ അല്ലെങ്കിൽ 200 സ്പീഡിൽ പോകുന്ന കാർ നിങ്ങൾ സെയിം രീതിയിൽ നിങ്ങൾ ആ സ്റ്റിയർ മാറ്റി കഴിഞ്ഞാൽ പോയി ഇടിച്ച് താഴെ വീഴും. എത്ര പേര് അംഗീകരിക്കണം? ജസ്റ്റ് ഗോ ടു ദ ചാറ്റ് ബോക്സ് ആൻഡ് സേ യെസ്. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? നിങ്ങൾ സ്പീഡ് കൂടുതലാകുമ്പോൾ, സ്ലോ ആകുമ്പോൾ നിങ്ങൾക്ക് മനൂവർ ചെയ്യാം. അതേ സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തലകുത്തി താഴത്തെത്തും. നിങ്ങൾ ചിലപ്പോൾ ജീവൻ പോയിട്ട് ചിലപ്പോൾ കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ടാവും. Why? Because you didn't see the failure. So failure is when you go slow, you make a lot of failures, it's okay. But once you're on the top, other complete നിങ്ങൾ എല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ you should be very sure, because നിങ്ങളുടെ ഫൗണ്ടേഷൻ അപ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിരിക്കണം. എന്ത് തന്നെ സംഭവിച്ചാലും you should be strong, and that's very important in life. Shaul, did I answer your question? Yeah. Thank you, sir. You're most welcome. Let's move on to the next caller, please. Hello, sir. Siddiq ആണ്. ആരായിരുന്നു? സിദ്ദിഖ്. ഓക്കെ. കേൾക്കുന്നില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. നമ്മളെ ഓർഗനൈസേഷന്റെ നീഡ്സും അതേപോലെ എംപ്ലോയീസിന്റെ നീഡ്സും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? Okay. Number one, ഇതിന്റെ ഒരു പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. 1-ാം തീയതി ആണ് തുടങ്ങാൻ പോകുന്നത്. അതിന് BMW അതിന്റെ പേര്. ഓക്കെ, നെയിം ഇസ് BMW. ഇതിൽ ഏതെങ്കിലും ഓൺടർപ്രിനേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ആദ്യമായിട്ട് പ്രാവശ്യം ഇതിന്റെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ ഓർക്ക, ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പ്രോഗ്രാം. അതിൽ 4 ആഴ്ചയായിരിക്കും ഇതിന്റെ സെഷൻ. ചിലപ്പോൾ 4-നേക്കാളും കൂടെ, എന്തായാലും 10 ആഴ്ച നിങ്ങൾക്ക് ഫോളോ അപ്പ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ താല്പര്യമുള്ളവർക്ക് അതിൽ വരാം. ഇംഗ്ലീഷും മലയാളത്തിലായിരിക്കും അടുക്കല്. ഇംഗ്ലീഷ് സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഞാൻ ഇപ്പൊ എങ്ങനെയാണ് മലയാളത്തിൽ എടുക്കുന്നത് സെയിം രീതിയിലായിരിക്കും. തീരെ സ്പീഡ് അല്ലാത്ത, ഞാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ക്ലാസ് വരുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. അത് 1-ാം തീയതി തുടങ്ങാൻ പോകുന്നത്. അത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു ഷമീറ മാഡം ഉണ്ട് ഇവിടെ, കോച്ച് ഷമീറ. Shamira, could you just share your number in the chat box, please? ആർക്കെങ്കിലും താല്പര്യം അതിൽ ഷെയർ ചെയ്യാം. Now let me answer your question. സിദ്ദീഖിന് ആൻസർ ചെയ്യട്ടെ. സിദ്ദീഖ്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഈ പ്രോഗ്രാം ഉണ്ടാവും എനിക്കറിയില്ല. ഈ പ്രോഗ്രാം വരുമ്പോൾ ഇത് രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു ചാലഞ്ച് ഉണ്ട് നിങ്ങൾക്ക്. ആ ചാലഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് നിങ്ങളെ സ്റ്റാഫ് മെമ്പർ, ടീം മെമ്പറുമായിട്ട് നീഡ്സ് ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ്. യു ആർ വിത്ത് മീ? പ്രാക്ടിക്കൽ സെഷൻ അത്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് നീഡ്സ് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ 8 ക്വസ്റ്റ്യൻസ് ഉള്ളത്, 8 ചോദ്യങ്ങളുള്ളത്. ആ നീഡ്സ് വെച്ചാൽ അവരെ നീഡ്സ്, അവരുടെ ഫാമിലി നീഡ്സ് എല്ലാം ഉണ്ട്. അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ്, ഹെൽത്ത് നീഡ്സ്, എല്ലാത്തിനെ പറ്റി ചോദ്യം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അവർ ആ ക്വസ്റ്റ്യനെ ഫോളോ ചെയ്യണം. ആ ക്വസ്റ്റ്യനെ ഫോളോ ചെയ്തിട്ട് പിന്നെ നമ്മൾ വരുന്ന ഓർഗനൈസേഷൻ നീഡ്സ് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, അതിനായിട്ട് എങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ അതിലുണ്ട്. You got me? അവിടെ അലൈൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ KPI സെറ്റ് ചെയ്യല്. Once again, are you there with me, Siddiq? അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യർ ഉണ്ടാവും. ആ ക്വസ്റ്റ്യർ, ഞാനൊരു മാനേജറാണ്, ആ ക്വസ്റ്റ്യർ എന്റെ അടുത്ത് ഉണ്ടാവും, എന്റെ ഫയലിൽ ഉണ്ടാവും. അത് കൂടാതെ ബിസിനസ് ഓർഗനൈസേഷൻ നീഡ്സ് വേറെ ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ കൊളാബ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് ടു ടാൽ ഈച്ച് അതർ. അതിലൊരു ടെക്നിക്ക് ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ആർ കമ്മിങ് ഫോർ ദിസ് വൺ BMW പ്രോഗ്രാം, ഡെഫിനറ്റ്ലി വിൽ ടീച്ച് യു. അത് രണ്ടും അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം വരാം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗത്തേക്ക് പോകും. ഓക്കെ, ഓർഗനൈസേഷൻ, please mute yourself, Jaffer. Okay, അത് അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓർഗനൈസേഷൻ വിഷൻ ഒരു സ്ഥലത്തേക്ക് പോകും, ഡിപ്പാർട്ട്മെന്റ് വിഷൻ വേറെ സ്ഥലത്തേക്ക് പോകും, ഇൻഡിവിജ്വൽ വിഷൻ വേറെ സ്ഥലത്തേക്ക് പോകും. ഇത് മൂന്നും അലൈൻ ചെയ്യില്ല. അപ്പൊ ഈ അലൈൻമെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി വിഷൻ എന്താണ് അത് കറക്റ്റ് ആയിട്ട് താഴോട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. മനസ്സിലായി? ഇപ്പൊ ഒരു കമ്പനിക്ക് ഒരു വിഷൻ എന്ന് വിചാരിക്കുക. ആ വിഷൻ കറക്റ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ ഇൻഡിവിജ്വൽ ലെവലിൽ അറിഞ്ഞിരിക്കണം. ആ ഓർഗനൈസേഷൻ വർക്കിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന സ്റ്റാഫ് മെമ്പറിന് പോലും ആ കമ്പനിയുടെ വിഷനും മിഷനും കോർ വാല്യൂസും പർപ്പസ് അറിഞ്ഞിരിക്കണം. ഈ 4 കാര്യം അറിഞ്ഞിരിക്കണം. ഒന്നിക്കാൻ റിപ്പീറ്റ്: വിഷൻ അറിഞ്ഞിരിക്കണം, മിഷൻ അറിഞ്ഞിരിക്കണം, കോർ വാല്യൂസ് അറിഞ്ഞിരിക്കണം, അതിന്റെ പർപ്പസ് അറിഞ്ഞിരിക്കണം. കാരണം ഇത് പില്ലേഴ്സാണ്. ഈ ഒരു പില്ലറിന് മേലെ നിങ്ങളുടെ ഓർഗനൈസേഷൻ കൾച്ചർ ഡിപ്പെൻഡ് ചെയ്യാണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ മേലെയാണ് നിങ്ങൾ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പെർഫോമൻസിന്റെ മേലെയാണ് നിങ്ങൾ ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഔട്ട്കമിന്റെ മേലെയാണ് നിങ്ങൾ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, 4 പില്ലേഴ്സ് ഞാൻ പറഞ്ഞത്. ഒന്ന് നിങ്ങളുടെ വിഷന്, മിഷന്, കോർ വാല്യൂ, നിങ്ങളുടെ പർപ്പസ്. അതിന്റെ മേലെ നിങ്ങളുടെ ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചറിന്റെ മേലെ നിങ്ങളുടെ പെർഫോമൻസ് വരുന്നത്. പെർഫോമൻസിന്റെ മേലെ നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് ഒക്കെ അതിലെ വരിക. പെർഫോമൻസിന് മേലെയാണ് ഔട്ട്കം വരുന്നത്. ഔട്ട്കമിന്റെ മേലെ റിസൾട്ട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൾച്ചർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? നിങ്ങൾ ഈ പറഞ്ഞ നീഡ്സ് ആണ്. നിങ്ങളുടെ നീഡ്സും വിഷനും മിഷനും കോർ വാല്യൂസും പർപ്പസിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. Did I answer your question? Siddiq, did I answer your question?
Thank you, sir. Thank you. Most welcome. Let's move on to the next, please. സർ നേരത്തെ ചോദിക്കാൻ വിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ? ചോദിക്കാത്ത വ്യക്തികൾ ചോദിക്കാം. ഷാവലിന് ഞാൻ പിന്നെ ചാൻസ് തരാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ, ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Go ahead. You have got, okay, you have got exactly 46 minutes more. ലാസ്റ്റിൽ ഒന്ന് 9 മണിക്ക് എന്നോട് ചോദ്യം ചോദിക്കരുത്. 9 മണിക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്യും. അതെല്ലാം മാനേജർ ഉണ്ട് ഇവിടെ. മാനേജർ are you there? Yes, Sensei. Thank you very much. മാനേജർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ വേറെ വർത്താനമില്ല. സോ 9 മണിക്ക് മുമ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. വേറെ നെക്സ്റ്റ്, ലെറ്റ്സ് ടേക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോണ്ട് ഹെസിറ്റേറ്റ്. എന്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു അത് സ്റ്റുപ്പിഡിറ്റി ആയിട്ടുള്ള ചോദ്യമാണ്, വിഡ്ഢിത്തരമായിട്ടുള്ള ചോദ്യമാണ്, അതിന് യാതൊരു പ്രശ്നമില്ല. കാരണം ഇവിടെ ഒരു ഇറ്റ്സ് എ സേഫ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഇതിന്റെ അടുത്ത് ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. ഉത്തരം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉത്തരം അറിയുണ്ടാവും, അല്ലെങ്കിലോ ഐ ലേൺ ആൻഡ് കം ആൻഡ് ഗിവ് ദ ആൻസർ. സോ ഫീൽ ഫ്രീ. Sensei. Yes, please. Fahim, go ahead. Fahim from Qatar nalla Fahim alle? അതെ. Okay, go ahead. Fahim, ചോദിച്ചോളൂ. എനിക്ക് നേരത്തെ 2 വിഷയത്തെ കുറിച്ച് സെൻസി സംസാരിച്ചതിനെ കുറിച്ചാണ്. അതില് വിഷൻ ബോർഡ്, ലോ ഓഫ് അട്രാക്ഷൻ. സത്യത്തിൽ എനിക്ക് അതിനെ രണ്ടിനെ കുറിച്ച് അറിയില്ല, ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഫാഹിമിന് എന്താ സ്വപ്നം ഉള്ളത് പറയും. എന്താണ് ഒരു സ്വപ്നം ഉള്ളത്? എനിക്കൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആവണമെന്ന്. നമ്പർ 1. നമ്പർ 2 പറഞ്ഞോളൂ. 4 കാര്യങ്ങൾ പറയാം. ബിസിനസ് അല്ലാത്ത ഇനി അടുത്ത കാര്യം പറയാം. എനിക്കൊരു എന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കോച്ചായ കൊള്ളാന്നുണ്ട്. ഓക്കെ, 3ാമത്തെ കാര്യം പറയാം. ഒരു സോഷ്യൽ വർക്കിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 4ാമത്തെ കാര്യം പറയാം. നല്ലൊരു ഫാമിലി മാൻ ആവണം. ഓക്കെ, ഇപ്പം 4 കാര്യം പറഞ്ഞു. ഒന്ന് സോഷ്യൽ പറഞ്ഞു, ഒന്ന് കോച്ച് ആവണമെന്ന് പറഞ്ഞു. am I right? ഓക്കെ, ഒന്ന് സോഷ്യൽ വർക്കില്, ഒന്ന് 2ാമത്തെ ഓൺടർപ്രണർ ആവണമെന്ന് പറഞ്ഞു, 3ാമത്തെ നിങ്ങൾ ഫാമിലി ആവണം, ബെറ്റർ ഫാമിലി, 4ാമത്തെ കോച്ചിങ്. അതെ, 4 കാര്യമില്ല പറഞ്ഞത്. അതെ. ഓക്കെ, ഇനി സോഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു ചിത്രം വരുന്നുണ്ടോ? ഒരു പിക്ചർ വരും, ഒരു ഇമേജ് കാണാം. എന്താണ് ഇമേജ് കാണുന്നത്? ഒരു വാക്കിൽ പറയാം. ഒരു വാക്കിൽ ആ ഇമേജ് എന്താണ് ഇമേജ് കാണുന്നത്? നമ്മളെ കൺമുമ്പില് നമ്മള് നേരിട്ടറിയാവുന്ന അവരെ എന്താ പറയാ, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തികളെ സഹായിക്കുക എന്നുള്ളല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഹെൽപ്പിംഗ് അല്ലേ അത്? അതെ. ഓക്കെ, 2ാമത്തെ ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ കാണുന്നത്? ഒരു ചിത്രം എന്താണ്? ആ ഫ്രെയിമിൽ, മനസ്സിലെ ഫ്രെയിമിൽ എന്താ കാണുന്നത്? ഒരു ബ്രോഡ് ബിസിനസ് ചെയ്യണ ഒരു ബ്രോഡ് ബിസിനസ്. എങ്ങനെയായിരിക്കും നിങ്ങളെ അറ്റയർ? എങ്ങനെയായിരിക്കും നിങ്ങളെ ക്ലോത്തിങ്? എങ്ങനെയായിരിക്കും നിങ്ങളെ ഡ്രസ്സിങ്, ക്ലോത്തിങ് എങ്ങനെയായിരിക്കും? സൂട്ടൊക്കെ ആയിട്ട്. ഓക്കെ, സൂട്ട് ഇട്ടിട്ട്. വെരി ഗുഡ്. 3 പീസ് സൂട്ട് അല്ലെങ്കിൽ ബ്ലേസേഴ്സ് ഒക്കെ ഇട്ടിട്ടല്ലേ അല്ലേ? അതെ. ഓക്കെ, നമ്പർ 3. അത് നിങ്ങൾ ഒരു ഫാമിലി പേഴ്സൺ ആണ്. ഫാമിലിയിൽ കാണുമ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങൾ ചുറ്റുപാടത്ത് എന്താ കാണുന്നത്? എന്റെ വൈഫും മക്കളും. വെരി ഗുഡ്. ഫാമിലി മീൻസ് നിങ്ങളുടെ മക്കളും വൈഫും. ഓക്കെ, 4ാമത്തെ കോച്ചിനെ കാണുമ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? ജസ്റ്റ് ലൈക്ക് ടീച്ചർ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ ടീച്ചർ. ഇനി എന്താ ചെയ്യുന്ന വെച്ചാല് നിങ്ങൾ വളരെ സിമ്പിൾ ആട്ടോ. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല, വളരെ സിമ്പിൾ ആണ്. ഇത് ഒരു വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 മണിക്കൂറിന്റെ സംഭവം തീർത്തു തരാം. ഞാനിപ്പോ തീർത്തു തരാം. നിങ്ങൾ പോയിട്ട് മറ്റേ ഗൂഗിൾ ഇത് സെർച്ച് ചെയ്യുക, ഗൂഗിൾ ഇമേജസിൽ പോയി സെർച്ച് ചെയ്യുക, ഹെൽപ്പിംഗ് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു പിക്ചർ നോക്കുക. ഓക്കെ, നല്ലൊരു പിക്ചർ നോക്കുക, അത് ഡൗൺലോഡ് ചെയ്യാം. 2ാമത് പോയിട്ട് ഒരു സൂട്ട് ഇട്ടുള്ള ഒരു ബിസിനസ് മാനെ നോക്കുക. അത് നിങ്ങൾ ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ആവണമെന്നേ ഇല്ല. ഒരു നല്ല ഫോട്ടോ, അത് ഡൗൺലോഡ് ചെയ്യാം. ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫാമിലിന്റെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. 4ാമത്തെ നിങ്ങൾ
കോച്ചിങ് നല്ലൊരു ടീച്ചറിനെ അല്ലെ കോച്ചിന്റെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങൾക്ക് ഹെൽത്തും ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബോഡി ബിൽഡർ അത് ഡൗൺലോഡ് ചെയ്യുക. നല്ലൊരു വീട് ആണെങ്കിൽ വീട് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല പാർട്സ് പോയിട്ട് കാറ്റോളം അത് ഡൗൺലോഡ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിന് പ്രിന്റ് ഔട്ട് എടുക്കാം. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരു വലിയൊരു ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഡെസ്ക്ടോപ്പിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് എപ്പോഴും ദിവസം 2 പ്രാവശ്യമെങ്കിലും അത് നോക്കാം. നോക്കിയിട്ട് ആ വ്യക്തിയായി മാറാം. നിങ്ങൾ പറയാം ഇതാണ് ഞാൻ ആവാൻ പോകുന്നത്, ഇതാണ് എന്റെ ഉദ്ദേശം, ഇതാണ് ആവാൻ പോകുന്നത് എന്നുള്ള മനസ്സിൽ നിങ്ങൾ കാണണം. അത് കംപ്ലീറ്റ് വളരെ ഐ മീൻ ഗാഢ ഇതായിരിക്കണം. ഓക്കെ, വളരെ നിങ്ങളെ ഫീലിംഗ് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് വേറെ ആളുടെ ഫോട്ടോ ഒന്നും അങ്ങനെയല്ല. ഈ ഒരു ലെവലിൽ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്തും എന്നല്ല പറയേണ്ടത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്തും എന്നല്ല പറയേണ്ടത്, എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് അറിയില്ല, ING ഫോർമാറ്റിലാണ് പറയേണ്ടത്, പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലല്ല പറയുന്നത്. ഫ്യൂച്ചർ I will become rich എന്നല്ല, I am becoming rich എന്നാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഗോട്ടിന്റെ ഏതാ I will become rich എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിച്ച് ആവും എന്നുള്ള അങ്ങനെയല്ല പറയുന്നത്. നമ്മളെ മനസ്സിനോട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിൽ ഒരിക്കലും അങ്ങനെ വരില്ല. യു ഹാവ് ടു സേ I'm in the process of becoming rich എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. അപ്പം മനസ്സിന് മനസ്സിലായി ഓക്കെ ഈ വ്യക്തി എന്തൊക്കെയോ ചെയ്യണം, റിച്ച് ആവണം, എന്തൊക്കെയോ ചെയ്യണം. ആ പിക്ചർ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അതിനെയാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ അട്രാക്ട് ചെയ്യാന്നുള്ള മനസ്സിലായി. ആ ഒരു വ്യക്തിയായി മാറാ എന്നുള്ള അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. 100% നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. അതായത് നിങ്ങൾക്ക് അത് സംഭവിക്കും, നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായും നടക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അതിൽ വിശ്വാസമാണ് നിങ്ങളിൽ വിശ്വാസം നിങ്ങൾക്ക് വേണം. ആദ്യം ഓക്കെ നടക്കുന്നുള്ളത്. അതല്ല ഇത് വേറെ ആരുടെ ഫോട്ടോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാനും പോകില്ല കേട്ടോ. ഷാവിൽ ഫൈൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത് കയറിയത് കേട്ടോ. സെൻസേ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്ത് നിന്നിട്ട് നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. Okay, thank you very much. Okay, let's go to the next caller please. സാറേ എന്റെ പേര് രവി എന്നാണ്. ഓക്കെ രവി, എറണാകുളത്ത്. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ടീച്ചിങ് ആണ്, മാത്സ് പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട്, അതായത് ഭൗതികത അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആഴ്ചയില് എല്ലാ ക്ലാസ് എടുക്കും. സ്പിരിച്വൽ ആണ്, മലയാളം ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ നല്ലൊരു സ്വാമി ആകാന്നുള്ള, നല്ലൊരു സന്യാസി ആകാന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോ മാത്സ് പക്ഷെ എന്റെ ഹെൽത്ത് കുറച്ച് വീക്കായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ഡിപ്രസീവ് ആയിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള എങ്ങനെ ഓവർകം ചെയ്തിട്ട് അതിനകത്തേക്ക് എത്താം, നല്ല രീതിയിൽ എത്താം എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ താങ്ക് യു വെരി മച്ച് രവി. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. പക്ഷെ നിങ്ങൾ സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് പോയിട്ട് ഒരു സ്വാമി ആവാൻ താല്പര്യമുള്ള വ്യക്തി, അങ്ങനെയല്ലേ? ശരിയല്ലേ? പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്കൊരു ഹെൽത്തിന് നിങ്ങൾക്കതായ ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് തോന്നുന്നു. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഡിപ്രഷൻ എന്നും പറഞ്ഞു, ഡിപ്രഷൻ എന്നും പറഞ്ഞു. അത് ആ ഡിപ്രഷൻ വരുന്ന മാനസിക കാരണങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് കാരണങ്ങൾ കൊണ്ടാണോ? അല്ല, അത് ചോദിച്ചപ്പോഴത് ഒരു ഉള്ളിലെന്തോ ബ്രെയിനിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിനു വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കണം. എന്തോ ഒരു സംതിങ് പേര് പറഞ്ഞു, അത് ഓർക്കുള്ളൂ. അതിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സ്റ്റെബിലിറ്റിയുടെ ഇത് വന്നേന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റെബിലിറ്റി അപ്പൊ നിങ്ങൾക്ക് ഫോക്കസ് കുറയുണ്ടോ? ഫോക്കസ് കുറയുമല്ല, നമുക്ക് ഡിപ്രഷൻ വരാൻ വിഷമം വരും. പക്ഷെ അത് പുറമേയുള്ള വിഷമം കൊണ്ടല്ല, അത് ഈ വിറ്റാമിൻ പോലെ എന്തോ സംതിങ് കിട്ടാത്തോണ്ടുള്ള ബ്രെയിന്റെ കംപ്ലൈന്റ് എല്ലാം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മെഡിക്കൽ കേസാണ്, അല്ലാണ്ട് മനസ്സിന്റെ അല്ല അത്. മനസ്സിന്റെ വരും, മനസ്സ് ഇത് കഴിഞ്ഞ ഓട്ടോമാറ്റിക്കലി മനസ്സിന്റെ ആയിട്ട് എനിക്ക് അനുഭവപ്പെടുള്ളൂ. എക്സാക്ട്ലി. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എങ്ങനത്തെ ആൾക്കാരാ? ഫ്രണ്ട്ഷിപ്പ് ഞാൻ വലിയവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. നാളെ ക്ലാസ് ഉണ്ട്, 1.5 മണിക്കൂർ ഗീത ക്ലാസ് ഉണ്ട്, അതൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എങ്ങനത്തെയാണ്? ഇപ്പൊ നാളെ ഗീതന്റെ ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എങ്ങനെയാണ്? ഫ്രണ്ട്ഷിപ്പ് എനിക്കൊരു ഗുരുവുണ്ട്, പിന്നെ അത് കൂടാണ്ട് ആശ്രമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ അവർ ടീച്ചേഴ്സായിട്ട് കണക്ഷൻ, മാത്സിന്റെ ടീച്ചേഴ്സായിട്ട് കണക്ഷൻ ഉണ്ട്. സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണോ? അവരങ്ങനെയുള്ളവരാണെന്നില്ലല്ലോ. തീർച്ചയായും. അപ്പൊ ഇത് നോക്കണ്ടേ രവി, നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം എങ്ങനത്തെ ആൾക്കാരെ കൊണ്ടാണ്?
ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ മാത്സ് എന്ന് വിചാരിക്കാം, ഒരു ഭാഗത്ത് മാത്സ് എന്ന് വിചാരിക്കാം, ഇവിടെ സ്പിരിച്വാലിറ്റി ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം രവി ആരോ സ്പെൻഡ് ചെയ്യണത്? ഏറ്റവും കൂടുതൽ മാത്സിന് വേണ്ടിയിട്ടാണ്. കാര്യം എന്താണെങ്കിൽ മാത്സ് ആണ് എനിക്ക് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കി തന്നെ. അപ്പൊ അങ്ങനെയുള്ള ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സ്വാമി ആവണമെന്ന് പറഞ്ഞിട്ടല്ലേ? അതേസമയം നിങ്ങൾ സ്വാമി ആവണം. അതായത് സാറേ ഇപ്പൊ എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു കണക്കിന്റെ ഒരു ഉള്ളില് പാഷനും കിടക്കുന്നുണ്ട്. അതുള്ളവരെ എനിക്ക് പെട്ടെന്ന് അതിനകത്തേക്ക് അതൊന്ന് ഓർക്കം ചെയ്യണം. അത് കഴിയാണ്ട് എന്തായാലും എന്തെങ്കിലും കണക്ക് ചെയ്തോണ്ടിരിക്കും ഡെയിലി ഞാൻ. ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കുക. അതിപ്പോ എന്റെ ഉള്ളിൽ അത് കിടക്കണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അതെ, തീർച്ചയായിട്ടും. അതുണ്ട്. അപ്പൊ എനിക്ക് ഹയസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പക്ഷേ എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്പിരിച്വാലിറ്റിയിൽ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പണമൊന്നും ചോദിക്കുന്നില്ല, ഫ്രീ ആയിട്ട് എടുക്കണം. എല്ലാ ആഴ്ചയിലും ഉണ്ട്. ഒരു അമ്പലത്തിലാണ് ക്ഷേത്രത്തിലാണ് എടുത്തിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഗൂഗിളിലാണ് എടുക്കണം, ഗൂഗിൾ മീറ്റിലാണ് എടുക്കണം. അപ്പൊ എന്റെ ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാത്സിന്റെ ഇത് പഠിപ്പിച്ചതിന് ശേഷം എനിക്ക് എന്റേതായിട്ടുള്ള ഡിസയർ മീറ്റ് ചെയ്യണം. അതുകൂടാണ്ട് ഫൈനൽ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് സന്യാസി ആവുന്ന ഉദ്ദേശിക്കുന്നത് ഇത് മാറി ഇതിൽ നിന്നൊന്നും സ്റ്റെപ്പ് ഈ ഒരു ഒബ്സ്റ്റക്കിൾസ്, ഈ സാറിനോട് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞില്ല, അതൊക്കെ ഒന്ന് ഓവർകം ചെയ്താൽ മാത്രമേ എനിക്കിപ്പോ ഈ ഡിപ്രഷൻ ഒന്നും വെച്ചുകൊണ്ട് സന്യാസി ആയി കഴിഞ്ഞാൽ ശരിയാവുള്ളത്. തീർച്ചയായും, കാരണം ഫോക്കസ് ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് അങ്ങനെയുള്ളവരായിട്ട് കണക്ഷൻ ഉണ്ട്. എനിക്കറിയാം അതിന്റെ അവരുടെ പവർ എനിക്കറിയാം. എന്റെ ടീച്ചർ ഡാൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഓസ്ട്രേലിയനാണ്. പുള്ളിയൊക്കെ ഇവിടെ സന്യാസം സ്വീകരിച്ചിട്ട് ഹിമാലയത്തിലൊക്കെ പോയ വ്യക്തികളാണ്. പക്ഷെ അവരൊക്കെ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിരുന്നു. ഹൈലി ഫോക്കസ്ഡ്. ഞാൻ ഒരു മാസം ഹിമാലയത്തിലായിരുന്നു. വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടി രവി, ഇത് മാറ്റാൻ വേണ്ടിട്ട് എന്താ ഒരു മാർഗം ഉള്ളത്? കാരണം ഇത് മെഡിക്കൽ കേസാണ്. മെഡിക്കൽ കേസ് അല്ല, ഡോക്ടർ അങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോ ഈ പേഷ്യന്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ഡോക്ടേഴ്സ് അങ്ങനെ പറയാറുണ്ട്. എന്താ പറഞ്ഞത് ഡോക്ടർ? ഡോക്ടർ പറഞ്ഞെന്താണെങ്കിൽ ഇത് മനസ്സിന്റേതല്ല, മെയിൻ ആയിട്ട് ഈ ഗുളികയല്ല, എന്നിട്ട് ഈ വിറ്റാമിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ഇത് അവിടുത്തെ ലെവൽ ചെയ്യും അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ മനസ്സിന്റെ പ്രശ്നമല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് വേറെ ടെസ്റ്റും ചെക്ക് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ മനസ്സിന്റെ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? നിങ്ങൾക്ക് സന്യാസി ആവണമെന്നുണ്ടെങ്കിൽ അത് സന്യാസി ആവണേക്കാൾ മുമ്പ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇപ്പൊ എത്ര വയസ്സെന്ന് പറയണ്ട, പക്ഷെ എത്ര വർഷം കഴിഞ്ഞിട്ടാവണം എന്നുള്ള ആഗ്രഹമുള്ള നിങ്ങൾക്കുള്ളത്? അതായത് എന്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ആകാന്നുള്ള ഞാൻ പെട്ടെന്നുള്ളത് ഏതാണ്? എത്ര എഴുതാം കണക്കാണ്? മാസം, ദിവസം, വർഷം, എത്ര വർഷം? ഞാൻ ഒരു 10 വർഷം ഞാൻ മനസ്സിലാക്കി. 10 വർഷം. കാരണം നമുക്ക് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടും ചില കാര്യങ്ങൾ ശരിയാവാറുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക്. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. വളരെ വളരും എന്റെ പ്രായത്തിലുള്ളവരൊക്കെ എത്രയോ പേര് സന്യാസിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ 10 വർഷത്തിനുള്ളിൽ സന്യാസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യണം. നിങ്ങൾ മാത്സ് ടീച്ചർ എന്ന നിലയിലാണ് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കണം അല്ലേ രവി? നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കണം. ചില കാര്യം നമ്മൾ ഇമോഷണൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുടുംബമൊക്കെ പട്ടിണിയാക്കി നമ്മൾ ചിലപ്പോൾ പോകേണ്ട സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടാവും. ഇപ്പൊ സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. കാര്യം ഏകദേശം 8 വർഷത്തോളം ഞാൻ ആശ്രമങ്ങൾ കയറി നടന്ന ആളാണ്. എന്താ കാരണം എനിക്ക് ടീച്ചിങ് നിരക്ക് നടന്നില്ല. ഇപ്പോഴല്ല, ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ തിരിച്ചും കൂടെ ടീച്ചിങ്ങിലേക്ക് വന്ന ആളാണ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ലോജിക്കായിട്ട് ചിന്തിക്കണം. കാരണം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളെ കുടുംബക്കാരുണ്ടായിരിക്കാം, അച്ഛനമ്മ ഉണ്ടായിരിക്കാം, എനിക്കറിയാം നിങ്ങളെ പ്രായം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും നിങ്ങൾ ചുറ്റുഭാഗത്ത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കാം, ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്ത വ്യക്തികളുണ്ടായിരിക്കും. ഈ ഡിപ്പെൻഡ് ചെയ്യാതെ ആവുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് പല ഗുരുക്കന്മാര് പോയിട്ടുണ്ട്, ആ ലെവലിൽ പോയിട്ട്. ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ അശോക് ചക്രവർത്തിനെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൗതം ബുദ്ധനെ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഗൗതം ബുദ്ധ മെച്ച സ്ഥലത്തൊക്കെ പോയി വിസിറ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന വെച്ചാൽ എല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെ ആ ഒരു സ്റ്റേജിലേക്ക് അവർ പോവാണ്. അതായത് സമർപ്പണം 100% സമർപ്പണം ചെയ്യണം അവര്. ചിലപ്പോൾ നമുക്കത് ചെയ്യണമെന്ന് പറ്റില്ല. എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ചിലപ്പോൾ റിലീജിയൻ ഉണ്ടാവും, റിലീജിയൻ ഇല്ലാത്തുണ്ടാവും, സ്പിരിച്വാലിറ്റി ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ അതിൽ എനിക്ക് 100% വിചാരിച്ച് എനിക്ക് അതിനെ പിന്നാലെ പോകാൻ പറ്റില്ല. എനിക്ക് എന്റെ ഇവിടെ കുടുംബത്തിന് ഇത് ചെലവ് ഞാൻ കൊടുക്കണം. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ ഡ്രീം ഉണ്ടെങ്കിൽ, അതായത് എനിക്കൊരു സന്യാസി ആവണമെന്നുള്ള ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 10 വർഷത്തിനുള്ള ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം രവി ചെയ്യേണ്ടത് വെച്ചാല് ആ 10 വർഷം ആകുമ്പോൾ എനിക്ക് ആ ഒരു ലെവലിൽ എത്തണം. ആ ഒരു സന്യാസി ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഞാൻ ഇപ്പം ചെയ്യേണ്ടത്? അതായത് നാളെ ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്റെ കുടുംബമോ അല്ലെങ്കിൽ ആരും ഇതിന് മേലെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല.
അതെ 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 അത് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഒരു പ്ലാൻ ഔട്ട് ചെയ്യണം. അതായത് ഈ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കണം. അവിടെ പിന്നെ ലോജിക്കലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട്, അത് ഇൻകം ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലെവലിലായിരിക്കാം. എന്തൊക്കെയാ ഇത് രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്ന, രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മള് ഇവിടെ ഉള്ള കോയമ്പത്തൂരുള്ള ഇവര് വാട്ട്സ് ഹിസ് നെയിം, രാംദേവിനെ എടുത്തു കഴിഞ്ഞാലും ബാബാ രാംദേവിനെ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇവിടുത്തെ സദ്ഗുരുവിനെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ, താങ്ക് യു വെരി മച്ച്, സദ്ഗുരുവിനെ എടുത്തു കഴിഞ്ഞാലും അവര് സ്പിരിച്വാലിറ്റി അവർക്കുണ്ട്, അവർക്ക് സ്പിരിച്വാലിറ്റി ഉണ്ട്. അതിൽ നമ്മൾ എന്തായാലും ബഹുമാനിക്കേണ്ട അവരെ. അത് കൂടാതെ അവര് മറ്റേ പഠിപ്പിക്കണില്ലേ, അവര് പഠിപ്പിക്കണില്ലേ? അത് ചിലപ്പോ നമ്മള് ആർഗ്യുമെന്റ് ഉണ്ടാവും. അത് ആർഗ്യുമെന്റ് വ്യത്യാസം, പേഴ്സണൽ വ്യത്യാസം ഉണ്ട്, മനസ്സിലല്ലേ? അവര് പഠിപ്പിക്കണുണ്ട്. അത് യോഗയിലും വേണ്ടിയില്ല, അത് എന്തായാലും വേണ്ടില്ല, അവർ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ശിഷ്യന്മാരുണ്ട്. അതേ സമയത്ത് അവര് സ്പിരിച്വാലിറ്റിക്ക് അവരുടെ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ രവി ആലോചിക്കേണ്ടത്, ഞാൻ 100% ഒരു സന്യാസി ആവണോ, അല്ലെങ്കിൽ ആ സന്യാസി ആവണത് അപ്പോ നിങ്ങൾ ഒരു സന്യാസി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ അതിന്റെ ഗുണമുള്ളൂ, അല്ലേ? നിങ്ങളൊരു സന്യാസി കഴിഞ്ഞാൽ നിങ്ങളെ പീസ് ഓഫ് മൈൻഡിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾക്ക് ഇതും ആലോചിക്കാം, ഞാനൊരു സന്യാസി ആയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വലുതാക്കി ചിന്തിക്കണം. അങ്ങനെയാണ് ഗൗതം ബുദ്ധ നിങ്ങൾ ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ജൈനിസത്തിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി മാത്രം ചെയ്ത ഇവിടെ വന്ന അല്ല സാറേ, ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന ഞാൻ ഇപ്പൊ തന്നെ ആൾക്കാർക്ക് നോളജ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലാ ആഴ്ചയിലും. അപ്പോ അബ്സൊല്യൂട്ട്ലി, അപ്പൊ നിങ്ങൾക്ക് 100% സന്യാസി ആവണമെന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ സന്യാസിയാ, മനസ്സിലാവണ്ട? കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സന്യാസി ഉദ്ദേശിക്കുന്നത് സാറ് പറയണ ആ രീതിയിലുള്ള സന്യാസി ആയിട്ടില്ല എന്ന് ഞാൻ പറയാം. കാരണം നമ്മളെ അതായത് ഈ മെഡിക്കേഷൻ നിർത്താണ്ട് ഇത് എങ്ങനെ ശരിയാവും? അത് അതാണ്, അവിടെയാണ് മെഡിക്കൽ സംഭവം വരുന്നത്. അവിടെ നമുക്കൊന്ന് മെഡിക്കൽ, അപ്പൊ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മെഡിക്കൽ കേസാണ്. മെഡിക്കൽ കേസ് നമ്മൾ ആസ് എ കോച്ച് എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ തന്നെ പാടില്ല. 2 കാര്യം നമ്മൾ സംസാരിക്കാൻ പാടില്ല കോച്ച് എന്നതിൽ. നമ്പർ 1 മെന്റൽ കേസ്, മെഡിക്കൽ കേസ്, ഇത് തുറക്കാൻ പാടില്ല ആസ് എ കോച്ച്, മനസ്സിലായി? ഇത് നിങ്ങളുടെ മെഡിക്കൽ കേസാണ്. അപ്പം അതിനെ കാരണം അത് മാറ്റി വെക്കണം. ഹവെവർ ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ആണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് എന്ത് പ്ലഷറാണ്, നിങ്ങൾക്ക് ചിലപ്പോ ഉദാഹരണത്തിന് എടുക്കാം രവിയെ, ചിലപ്പം എത്രയോ മരുന്നുകളുണ്ട്. ഇപ്പൊ ചില മരുന്നുകൾ നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നുണ്ട്. ഇപ്പൊ ഇതുണ്ട് ബൈപോളാർ ഡിസീസ്. അപ്പൊ ഞാൻ ഒരു അമേരിക്കൻ ഒരു ലേഡിനെ ഇന്റർവ്യൂ ചെയ്ത്, പേരിപ്പോ ഞാൻ മറന്നുപോയി. ആ ലേഡിക്ക് ബൈപോളാർ ആണ്. എനിക്ക് ബൈപോളാർ എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ്, നിങ്ങൾ പോയി നോക്കി എന്റെ യൂട്യൂബ് പോയി നോക്കി കഴിഞ്ഞാൽ കാണാം. ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട് അമേരിക്കൻസിനായിട്ടുള്ള. അപ്പൊ ആ ലേഡിക്ക് ബൈപോളാർ ഉണ്ടായിരുന്നു. ആ ബൈപോളാർ എന്നോട് ഞാൻ ചോദിച്ചു എന്താണ് ബൈപോളാർ, ജസ്റ്റ് എഡ്യൂക്കേറ്റ് മീ. അഥവാ സ്ത്രീ പറഞ്ഞത് മരിക്കോളം പുള്ളിക്കാറ്റ് ആ മരുന്ന് കഴിക്കേണ്ടി വരുന്ന പറഞ്ഞു, മരിക്കണ വരെ കഴിക്കേണ്ടി വരുന്ന പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ രവിനെ എടുക്കണം. അതായത് നിങ്ങൾ ഒരു ഡോക്ടർ ഒരു ദിവസം വന്നിട്ട് പറയാം, നിങ്ങൾ രവി ഇത് മരുന്ന് ഒരിക്കലും നിർത്താൻ പറ്റില്ല. നമ്മൾ ഇതേപോലെ ബ്ലഡ് പ്രഷറിനും അതേപോലെ ഡയബറ്റിക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും ചിലര്, എമറായി? അപ്പൊ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള മരുന്ന് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സന്യാസി അങ്ങനെ വേണ്ട സാർ, അങ്ങനെ വേണ്ട. 2 വർഷം നിർത്താൻ നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും ഡിപ്രഷൻ കാണിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് നിർത്താൻ നോക്കുന്നുണ്ട്. നിങ്ങൾ നിർത്താൻ നോക്കുമ്പോ പക്ഷെ അത് സമ്മതിക്കില്ല, മെഡിക്കൽ കേസ് ആയ കാരണം, റൈറ്റ്? അപ്പൊ നിങ്ങൾ വീണ്ടും അപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം ഞാൻ. അപ്പൊ അത് നിങ്ങൾ ഞാൻ സ്വയം നിർത്തണല്ലോ സാറേ, ഞാൻ സ്വയം നിർത്തണല്ലോ, ഡോക്ടർ പറയുന്നു ഒന്ന് ട്രൈ ചെയ്താൽ. അപ്പോഴും പക്ഷെ നിങ്ങൾ ശരീരം സമ്മതിക്കില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ശരീരം സമ്മതിക്കില്ല. അപ്പൊ ശരീരം സമ്മതിക്കാത്ത കാരണം ചിലപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അത് കഴിക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് മരുന്ന് നിർത്തിയിട്ട് ഞാൻ സന്യാസി ആവുമെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കാൻ പോകില്ല. ഓക്കെ, അവിടെയാണ് നിങ്ങൾ 80-20 പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്യേണ്ടത്. എത്ര പേര് നേരത്തെ 80-20 പറ്റി ചോദിച്ചത്? 80-20 പ്രിൻസിപ്പൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു ദിവസം 20% എനിക്ക് ഇതിനോട് മാറ്റി വെക്കാൻ പറ്റും? മനസ്സിലാവുണ്ടോ? സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് അപ്പൊ 2 നടക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സമയം അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്, അതിന്റെ ഒരു ചെറിയ അംശം അത് ഓരോ ദിവസങ്ങൾ മാറ്റി ചെയ്യുന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാവരും മനസ്സിലാക്കേണ്ടത്, സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. എല്ലാവരും എഴുതി വെക്കേണ്ട കാരണം, സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, സക്സസ് ഈസ് എ ജേർണി, ഒരു യാത്രയാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തിന് ശേഷം ഞാൻ ഇത് ചെയ്യുന്ന വിചാരിച്ചാൽ നടക്കാൻ പോകില്ല. ഈ ഒരു ജേർണി ആ 10 വർഷം വരെ നിങ്ങൾ അത് അനുഭവിച്ചില്ല, റൈറ്റ്? അപ്പൊ ആ ജേർണി അനുഭവിക്കുക. ആ ജേർണി അനുഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താവേണ്ടത് അത് ഇപ്പൊ തന്നെ ആവാന്നുള്ള സന്തോഷം. നിങ്ങൾ 2 കാര്യം നമ്മൾ അറിയേണ്ടത്. സക്സസ് എന്ന് വെച്ചാൽ സക്സസ് നമ്മൾ അട്രാക്ട് ചെയ്യണം. യു അട്രാക്ട് സക്സസ്. ഓക്കെ, സക്സസിന് പിന്നാലെ പോകുന്നത് തെറ്റാണ്. ചിലരുണ്ട് സക്സസിന് പിന്നാലെ പോകുന്നത് വളരെ തെറ്റാണ്. യു അട്രാക്ട് സക്സസ്. ഐ വാണ്ട് എവരിവൺ ടു ഗോ ആൻഡ് അട്രാക്ട്.
അട്രാക്ട് ചെയ്ത് നിങ്ങളൊരു മാഗ്നറ്റിക്കൽ ഫോഴ്സ് ആയി മാറാം. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വരും. നിങ്ങൾ മാഗ്നറ്റിക്കൽ ഫോഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസിനെ അട്രാക്ട് ചെയ്യും. ഈ സക്സസിനെ എങ്ങനെ അട്രാക്ട് ചെയ്യുക? നിങ്ങൾ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായി മാറണം. മനസ്സിലായില്ലേ? എന്തിനാണ് നിങ്ങൾ ആകർഷിക്കേണ്ടത്? അതിനേക്കാളും വലിയ പവർഫുൾ നിങ്ങളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട്? 39 ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ കാണാത്ത വ്യക്തികളായിരിക്കും നിങ്ങൾ. എന്താ പറ്റി? ഇവിടെ എന്തോ ഒരു അട്രാക്ഷൻ എന്നാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞ കാരണം നിങ്ങൾ ഈ 39 ആൾക്കാർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇവിടെ ഉണ്ട്. മനസ്സിലാവണ്ട? അതേപോലെ നിങ്ങൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താ, നിങ്ങൾ സക്സസിന് അതേപോലെ അട്രാക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം നിങ്ങൾ ഒരു കഴിവുള്ള വ്യക്തിയായി മാറുകയാണ്. മനസ്സിലാവുണ്ട് രവി? അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് ഒരു സക്സസ്, യു അട്രാക്ട് സക്സസ്. പക്ഷെ അതേ സമയത്ത് ഹാപ്പിനെസ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അതിന്റെ പിന്നാലെ പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഹാപ്പി ആവണമെന്ന് ഇപ്പൊ ഹാപ്പി ആവും. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലൊരു മരണം സംഭവിച്ചിട്ടുണ്ടാവാം, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ആവും. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, നിങ്ങളെ സഹോദരൻ ചിലപ്പോൾ ഇരുന്ന് കരയുണ്ടാവും, പൊട്ടി കരയുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനൊക്കെ കൂളായിട്ട് എടുത്തിട്ട് സന്തോഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ വിളിച്ച് വെച്ച് കണ്ടോൾ എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ കാണുന്ന വ്യക്തികളില്ലേ? അതായത് സന്തോഷം നിങ്ങളാണ് കണ്ടെത്തല്, സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ്, സക്സസ് നിങ്ങൾ അട്രാക്റ്റിംഗ് ആണ്. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അപ്പം രവി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ 10 വർഷത്തിന് വേണ്ടി രവി വെയിറ്റ് ചെയ്ത് 10 വർഷം എന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ ആ 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ മയക്കിൽ നിൽക്കാൻ പോകുന്നില്ല. എനിക്കറിയില്ല, നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ അറിയുള്ളൂ, നിങ്ങളുടെ ഡോക്ടറിന് പോലും അറിയില്ല. അത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ 10 വർഷം വെറുതെ സ്പെൻഡ് ചെയ്യാതെ, വെറുതെ അത് സ്പെൻഡ് ചെയ്യാതെ നിങ്ങളിപ്പോ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഗീത പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞു നല്ല കാര്യം തന്നെയാണ്, കാരണം അതിൽ സത്യങ്ങളൊക്കെ ഉണ്ടാവും. റൈറ്റ്? അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം അതിൽ സന്തോഷം കണ്ടെത്താം, നിങ്ങൾ മാക്സിമം സന്തോഷം കണ്ടെത്താം. കാരണം നിങ്ങൾ 7 വർഷം വെറും സന്യാസത്തിന്റെ ബാക്കിൽ നിങ്ങൾ മാക്സ് മറന്നുപോയി അവിടെ. റൈറ്റ്? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ അവിടെ ആശ്രമത്തിൽ പോയിട്ട് കണക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, ഗുഡ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പറ്റാം. അതായത് സന്യാസം, പഠിപ്പിക്കലും മാക്സും എല്ലാം കൂടെ എങ്ങനെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അവിടെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ബിക്കോസ് യു ക്യാൻ അട്രാക്ട് ദിസ്. നിങ്ങൾക്ക് നിങ്ങളെ ശിഷ്യന്മാരെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ കഴിവുള്ള വ്യക്തിയായി മാറി. രണ്ടാം സന്തോഷം, നിങ്ങൾക്ക് എവിടെ സന്തോഷം കണ്ടെത്താൻ പറ്റും. കാരണം ഒന്നുമില്ലാത്ത വെറും ഒരു കാവ്യ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഹിമാലയത്തിന്റെ മേലെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, ഇല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷം കണ്ടെത്തുന്ന അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇവിടെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ളവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അത് രണ്ടും തീരുമാനിക്കുക. എനിക്ക് സന്തോഷം എവിടെ കണ്ടെത്താൻ പറ്റുക, എവിടെ എനിക്ക് ശിഷ്യന്മാരെ കിട്ടുക, എവിടെയാണ് ആ ശിഷ്യന്മാരെ എനിക്ക് വളർത്തി ഇന്റെ പോലത്തെ അല്ലെങ്കിൽ ഇന്നെക്കാളും നല്ല ഒരു ഗുരു ആക്കി എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക. രണ്ട് രീതിയിൽ നിങ്ങൾ സന്തോഷം കിട്ടും, ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു സന്യാസി എന്ന നിലയിലും. Did I answer question? ഓക്കെ. അപ്പൊ ഈ ഓബ്സ്റ്റക്കിൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്നല്ല, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡോക്ടർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പൊ അതിനെ പറ്റി ചിന്തിക്കരുത് നിങ്ങൾ, അതിനെ പറ്റി ചിന്തിക്കരുത്. കാരണം അതിനൊരു കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അത് പോയിക്കൊണ്ടിരിക്കണ്ടാവും. അത് അതിന്റെ സൈഡിൽ പോയിക്കോട്ടെ, അതിനെ പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവ്, നിങ്ങളിപ്പോ മാത്സിന്റെ കഴിവ് പറഞ്ഞു, നിങ്ങൾ ഗീത പഠിപ്പിച്ചു കൊടുക്കുന്ന കഴിവ് പറഞ്ഞു, 1.5 മണിക്കൂർ ഇന്നലെ എടുത്തു നിന്ന് നാളെ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ആ കഴിവുകളെ കുറിച്ച് പറയാം. അല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ഡൗൺ ചെയ്ത് അതിനെ കുറിച്ച് പറയുന്നത്, അതിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വീക്ക്നെസ് ആയി മാറും. മനസ്സിലായി. ഓക്കെ. താങ്ക് യു സർ. Let's move to the next caller, please. So we have got around about. Yes. Henna പോട്ടെ. Henna നേരത്തെ ചോദ്യം ചോദിച്ചത്. What is that, darling? Ask me the question. Since you told the 4 pillars, can you please repeat that 4 pillars? The first one is vision. The second one is mission, MISSION, right? The third one is core values, CORE, values, core values. And the fourth one is purpose. So these are the 4 pillars. Okay, thank you. And top of the pillar comes your organizational culture. Okay, on top of the pillar comes organizational culture. You got it? Okay, thank you. You want the next one? About the organization culture comes your performance. Okay, Sensei. And about that comes your outcome. Okay, and the last one is called the result. Okay, Sensei, thank you. You're most welcome. Sensei, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അത് കേട്ടില്ല നല്ലോ. Henna അവിടെ ടൈപ്പ് ചെയ്യും. Okay, I'll tell vision, mission, core values and purpose.
4 pillar അതിന്റെ മേലെ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ മേലെ നിങ്ങൾ പെർഫോമൻസ്, അതിൽ പീക്ക് പെർഫോമൻസ് ഒക്കെ അവിടെ ഉൾപ്പെടും. അതിന്റെ തൊട്ട് മേലെ നിങ്ങളെ ഔട്ട്കമിന്റെ മേലെ റിസൾട്ട്. നിങ്ങൾക്ക് കമ്പനിയിൽ റിസൾട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ നോക്കേണ്ടത്? താഴേക്കിടയിൽ പോയിട്ട് താഴെ നോക്കണം എന്താന്നുള്ളത്. താഴെയാണ് പ്രശ്നം. സോറി, സ്ട്രാറ്റജിക് പ്ലാനിങ് അതന്നെയാണോ? സ്ട്രാറ്റജിക് പ്ലാനിങ് അത് വേറെ. Strategic planning വേറെ. Okay. Right. Good. Next question, please. Hello. Good evening, sir. Good evening, Sumaya. Okay, Sumaya, go ahead. What's your question? Sir, today I have a question. That is Malayalam. Today it's Malayalam. Oh. I'm going to test my Malayalam today. Okay, go ahead. Malayalam ചോദിച്ചോളൂ. Sorry, sir. That is കുറെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുമ്പോൾ, അതായത് കുറെ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യം, സൈക്കോളജി ആയാലും ഫിലോസഫി ആയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ എങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഒരു അതോറിറ്റി ആവാൻ പറ്റും? അതാണ് എൻ്റെ ഒരു ചോദ്യം. Great. Very good. It's very simple. Very, very simple. നിങ്ങൾ ആദ്യം സുമയ്യ എന്താ ചെയ്യേണ്ടത്? സുമയ്യന്റെ സ്ട്രെങ്ത് എവിടെ നോക്കാം. ഓക്കെ, സുമൈന്റെ സ്ട്രെങ്ത് എവിടെ നോക്കുക, സുമൈന്റെ പാഷൻ എവിടെ നോക്കുക, സുമയ്യക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അത് നോക്കുക, സുമൈന്റെ എക്സ്പെർട്ടീസ് നോക്കുക. 4 കാര്യം. ഓക്കെ, ഈ 4 ഇല്ലെങ്കിൽ once again I repeat, one is your passion എന്താന്ന് നോക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താന്ന് നോക്കുക, നിങ്ങളുടെ എക്സ്പെർട്ടീസ് എന്താന്ന് നോക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്ന് നോക്കുക. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രൊഫസർ ആണെങ്കിൽ, ഓക്കെ, സൈക്കോളജി പ്രൊഫസർ ആണ്, അതിനാണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എക്സ്പെർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ജനങ്ങളിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയെന്ന് വിചാരിക്കാം. അതാണ് എക്സ്പെർട്ടീസ് എന്ന് പറയാം. ഹോബി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, 4മത്തെ നിങ്ങൾ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു കഴിവുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട്. ഈ 4 കാര്യങ്ങൾ ആദ്യം ആലോചിക്കാം. Once again repeat, what is your passion? അല്ലെങ്കിൽ hobby എന്നല്ല പറയാം, passion എന്ന് പറയാം. So what is your passion? Number 1. Number 2, what is your strength? Number 3, what is your expertise? And number 4, what is your experience? Okay, ഇത് 4ത്തിലും നിങ്ങൾ ഒരു 10 കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം എന്ന് വിചാരിക്കുക. 10 കാര്യങ്ങൾ ചെയ്ത് അത് ഏതാണ് കറക്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്തിട്ടുള്ള എന്ത് കാര്യം, അത് ഇപ്പൊ നിങ്ങൾ സൈക്കോളജി പറഞ്ഞു, വേറെ എന്തെങ്കിലും ടോപ്പിക്കാണ് അത് പറഞ്ഞു, അത് ഏതാണ് ഏറ്റവും കൂടുതൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അല്ല 10 കാര്യം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആരും അല്ലാതായി മാറും. നിങ്ങൾ തന്നെ ചോദ്യത്തിന്റെ ഉള്ളിൽ ഒരു ചോദ്യം ചോദിച്ചു, എനിക്കൊരു അതോറിറ്റി ആവണമെന്നുള്ളത്. അതോറിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലാണ് നിങ്ങൾ എക്സ്പെർട്ട് ആകാൻ പാടുള്ളൂ. ഒരു ഫിസിക്സ് ടീച്ചറിൽ അതോറിറ്റിയാണ്, കെമിസ്ട്രിയിലല്ല. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? ഒരു ബയോളജി ടീച്ചർ ബയോളജിയിലാണ് എക്സ്പെർട്ട്, ബയോളജിയിൽ അറിയപ്പെടുന്ന ടീച്ചറായി മാറും. ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ഇംഗ്ലീഷ് പ്രൊഫസർ എന്ന് പറയില്ല, അല്ലാതെ ഇംഗ്ലീഷ് പ്രൊഫസറിന് പോയി എന്താണ് ചൈനീസ് പ്രൊഫസർ എന്ന് പറയില്ല. എത്ര പേര് അത് അംഗീകരിക്കും? സേ ഐ ഗോട്ട് ഇറ്റ്. അത് വ്യത്യസ്ത ലാംഗ്വേജ് ചിലപ്പോൾ അറിയുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലെറ്റ്സ് സേ ഇപ്പൊ ഒരു ആക്ടറിനെ എടുക്കാം. നമ്മൾ മമ്മൂട്ടിയെ, മോഹൻലാലിനെ, ആരെങ്കിലും ഒരു മലയാളം ആക്ടർ എടുത്തു കഴിഞ്ഞാൽ അവർ മലയാളത്തിലുണ്ട്, തെലുങ്കിലുണ്ട്, ഹിന്ദിയിലുണ്ട്, കന്നഡയിൽ, എല്ലാത്തിലുണ്ട്. പക്ഷെ അവർ അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജിലല്ലേ, കാരണം അതിലാണ് അവർ ഫോക്കസ് ചെയ്യണത്. മറ്റേത് നിങ്ങൾ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ചെയ്യാന്ന് വെച്ചാൽ അത് വെറുതെ അവർ ചെയ്യണം. ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ മാത്രം പോയിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഫ്രീ ടൈം നിങ്ങൾക്ക് വേറെ ഒന്നിനും സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല, ബിസി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ പോയി പഠിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ 4-5 മൂവിയിൽ വ്യത്യസ്ത ഭാഷയിൽ ഒരേ സമയത്ത് ആക്ട് ചെയ്തിട്ട് ഒരേ സമയത്ത് ഹീറോ ആയിട്ടുള്ള ഒരു വ്യക്തിനെ പോലും നിങ്ങൾക്ക് ലോകത്ത് കാണിച്ചു തരാൻ പറ്റില്ല. Is that correct, Sumaya? You can't show me even one person who is a champion in all the arts. And you can't show me one person who is a hero in everything. Is that right? Yeah, it's right. Okay, so what you have to do is go back to your drawing board. അവിടെ പോയി ചോദിക്കുക, what is that I want to be known for? അത് നിങ്ങൾക്ക് തന്നെ സംശയമുണ്ട്, ഞാൻ എന്തിലാണ് അറിയപ്പെടുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളെ വിളിക്കുക. നിങ്ങൾ സുഹൃത്തുക്കളോട് ചോദിച്ചു വെക്കുക, what is that you think that I am more good at? എന്തിലാണ് എന്റെ കഴിവിൽ ഏത് കഴിവിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്, ജനങ്ങളുടെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സംഭവം നിങ്ങൾ കൂടുതൽ അതിൽ മാസ്റ്റർ എങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു അതോറിറ്റി ആവുള്ളൂ. Otherwise you'll become like everyone. Because 2-3 കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്ത് അത് എനിക്ക് വിട്ടുകളയാൻ തോന്നുന്നില്ല. ഇല്ല, അത് വിട്ടുകളഞ്ഞേ മതിയാവും. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പൊ സുമയ്യന്റെ പ്രായം ഒന്നും എന്നോട് പറയണ്ട. സുമയ്യക്ക് ഒരു കുട്ടീനെ വിചാരിക്കാം, പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം, പെൺകുട്ടിനെ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കാം. ആ കുട്ടീനെ നിങ്ങൾ വിട്ടുകളയില്ലേ? നിങ്ങൾ വളർത്തിയ കുട്ടിയല്ലേ, നിങ്ങൾ പ്രസവിച്ച കുട്ടിയല്ലേ, നിങ്ങൾ പാലൂറ്റിയ കുട്ടിയല്ലേ, സ്കൂളിൽ കൊണ്ടുപോയ കുട്ടിയല്ലേ, കൈ പിടിച്ച് കൊണ്ടുപോയ കുട്ടിയല്ലേ. പക്ഷേ കുട്ടി 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് 25 വയസ്സാകുമ്പോൾ ഒരു വ്യക്തി, അറിയാത്തൊരു വ്യക്തി വന്ന് കല്യാണം കഴിച്ച് പോകുമ്പോ ആ കുട്ടിനെ വിട്ടുകളയില്ല നിങ്ങൾ? എത്ര പേര് അത് അംഗീകരിക്കണ്ടേ? സോ ഡോണ്ട് അറ്റാച്ച്മെന്റ്സ് പാടില്ല.
Always keep that. എനിക്കൊരു ഡിപ്ലോമ ഉണ്ട്, എനിക്കൊരു ഡിപ്ലോമ, എനിക്ക് എത്രയോ ഡിപ്ലോമ, എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് പോലും അറിയില്ല എത്ര ഡിപ്ലോമ ഉണ്ട്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ആ ഡിപ്ലോമ ഒക്കെ എടുത്ത് ഒഴിവാക്കി ഞാൻ ഒന്നിൽ മാത്രമേ ഇപ്പൊ ഫോക്കസ് ചെയ്യണുള്ളൂ. എന്റെ വേൾഡ് റെക്കോർഡ് 8 ലോക റെക്കോർഡ് പുറത്തായിരിക്കണത്. 8 ലോക റെക്കോർഡ് ഉണ്ട്, അത് പുറത്തായിരിക്കാൻ തൊടല് പോലും ഇല്ല. കാരണം അത് ആ 8 ലോക റെക്കോർഡും ആ 41 വേൾഡ് ഇത് അപ്രൂവൽസും അല്ലെങ്കിൽ എന്റെ ഡോക്ടറേറ്റ് പോലും ഞാൻ തൊടലില്ല. കാരണം അതൊന്നും ഇന്നെ ഇപ്പൊ ഈ ഒരു സംസാരത്തിന് അതൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. So I have to detach those things. So to attract you have to detach. എത്ര പേർക്ക് മനസ്സിലായി? To attract you have to detach, and you have to detach a lot of things. അത് മാത്രം പോയി കഴിഞ്ഞാൽ സുമയ്യക്ക് ഏറ്റവും വലിയ ദോഷം വരുന്നത്, സുമയ്യ you become the bottleneck of your own growth. നിങ്ങൾ സ്വന്തം വിജയത്തിൽ നിങ്ങൾ ഒരു തടസ്സമായി മാറുക ചെയ്യുക. That's called the bottleneck, and I can assure you, you are becoming a bottleneck. Don't talk about the things that's not helping you. You're with me? Okay, Sensei. Delete it and move forward. Otherwise ഇത് നിങ്ങൾ പിടിച്ചു വലിക്കും, ബാക്കോട്ട് പിടിച്ചു വലിക്കും. ഒരു ഡിപ്ലോമ ഉണ്ടല്ലോ സുമയ്യ, ഇത് നീ തുടരുന്നില്ല, ഈ ഡിപ്ലോമ, നത്തിങ്, forget about it. ഡിപ്ലോമ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. Forget about it and move forward. കാരണം നിങ്ങളുടെ ഒരു there's a door which is open in front of you. Look for the door, look for the light and be the light. നിങ്ങൾ ഒരു ലൈറ്റ് നോക്കിയിട്ട് ഒരു ടണലിൽ കൂടെ പോകുമ്പോൾ, ഒരു ഗുഹയിൽ കൂടെ പോകുമ്പോൾ ആ ലൈറ്റ് നോക്കിയിട്ടല്ല പോകേണ്ടത്, നിങ്ങൾ വെളിച്ചായി മാറുക. സുമയ്യ, you're a coach, is that right? You become the light. Don't look for the light. You become the light, because there are a lot of people who need your help. Is that right? Okay, so you become the light. So in order to get the light, you have to say no to many things. നിങ്ങൾ ജീവിതത്തിൽ no 99% സാധനങ്ങളോട് നിങ്ങൾ no എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. And that's called the power of one. എത്ര പേർക്ക് അറിയാം? PO1 ടൈപ്പ് ചെയ്യാം. PO1, പവർ ഓഫ് വൺ. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ 99% സാധനങ്ങളോട് നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ നിങ്ങളെ ഡിപ്ലോമ, നിങ്ങൾ സർട്ടിഫിക്കേഷൻ എല്ലാത്തിനും നോന്ന് പറയേണ്ടി വരും. Do that if you want to move forward. Did I answer your question, Sumaya? One more doubt, sir. No, let me go to the next person. Okay, I'll come back to you for sure. Okay, Sensei, good evening. Good evening. Good evening, Mr. Benny, and my condolence when I came to know about that. I'm sorry to know about what happened in your family. So take care of yourself. I believe that you're strong now. You're a strong person. Yeah, thank you so much. Sensei. Okay. Yes, please. Sensei, സുമേ ചോദ്യമായിട്ടാണ്. അപ്പോൾ വളരെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രെയിൻ എടുത്ത് സെൻസി ഉണ്ടാക്കിയ കുറേയേറെ നേട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ അതൊന്നും പരിഗണിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ റിലവൻസ് എന്താ സെൻസിയുടെ ജീവിതത്തില്? അല്ലെങ്കിൽ ആ നേട്ടങ്ങളിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ആളാണോ ഇപ്പോഴത്തെ സെൻസി? അതാണ് എന്റെ സംശയം. തീർച്ചയായിട്ടും. കാരണം ആ ഒരു ഇന്ത്യ ഡിപ്ലോമാസ്, ആ വേൾഡ് റെക്കോർഡ്സ്, ആ 41 സ്റ്റേറ്റ്മെന്റ്സും ആ ഒരു ഡോക്ടറേറ്റ് ഒക്കെയാണ് ഇന്ന് എന്താക്കി മാറ്റിയത്. അത് ഞാൻ ഒരിക്കലും മറക്കണില്ല. അത് ഒരിക്കലും മറക്കാനും പാടില്ല. എവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്, എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ബെന്നി സാറിന് അറിയാൻ 16ാമത്തെ വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി. 40 വർഷത്തിന് മേലെ ഞാൻ ഇത് പഠിപ്പിക്കാൻ, ഈ ഒരു സംഭവം ചെയ്യാൻ 40 വർഷത്തിന് മേലെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഇത്. പക്ഷെ അന്ന് ചെയ്തത് അതൊന്നും ഞാൻ മറക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഉണ്ടാവണം. അതാണ് ഈ ഒരു സെൻസൈ എന്ന് പറഞ്ഞ വ്യക്തിനെ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുന്ന ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അതൊരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെ അതിന്റെ ബാക്കോട്ട് പോകാൻ പാടില്ല. നമ്മൾ അത് വിചാരിച്ച് ബാക്കോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ മുന്നിലുള്ള നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതാവണത്. So always keep that. അത് നിങ്ങളെ ഫൗണ്ടേഷൻ. അതാണ് നിങ്ങളെ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുന്നത്. Who are you എന്നുള്ളത്, your qualification, your experience. ഇപ്പൊ NLP-ലൊക്കെ പറഞ്ഞത് നിങ്ങൾക്കൊരു ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾ ഒരു സംഭവം നിങ്ങൾ മുമ്പിൽ നടക്കുമ്പോൾ 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി അതിന് റെസ്പോണ്ട് ചെയ്യുന്ന, ഒരു വ്യക്തി അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സംഭവങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ ഈ റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തി എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? കാരണം ഈ വ്യക്തിന്റെ പ്രീവിയസ് ആയിട്ടുള്ള, ചിലപ്പോൾ ഞാനാണെങ്കിൽ 40 വർഷത്തിന്റെ എന്റെ എക്സ്പീരിയൻസും ഞാൻ പോയിട്ടുള്ള വേദനകളുടെ കാരണം ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഞാൻ സ്ട്രോങ് ആയിരിക്കാം. ഈ മറ്റേ വ്യക്തി, കരയുന്ന വ്യക്തി, ചിലപ്പം ആ ഒരു പെയിനിൽ കൂടെ പോവാത്ത വ്യക്തി ആയിരിക്കും. മനസ്സിലാവണ്ട? സോ ഐ എം സീയിങ്, ഞാൻ മുമ്പോട്ട് നോക്കിയിട്ട് ഞാൻ കരയാതെ ഇരിക്കുകയാണ്. പുള്ളിക്ക് നോക്കാനൊന്നുമില്ല. അപ്പൊ പുള്ളി കരയാണ് അവിടെ ചെയ്യണത്. സോ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിപ്ലോമാസ്, അതൊക്കെ നിങ്ങളെ ഡിപ്ലോമ അല്ല വലുത്. നിങ്ങൾ ഇറ്റ് ഇസ് നോട്ട് വാട്ട് യു ഹാവ് ഓർ വാട്ട് യു ഡു. once again I repeat, what you have, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നല്ല പ്രധാനം, നിങ്ങൾ എന്ത് ചെയ്യുന്നല്ല പ്രധാനം, നിങ്ങൾ എന്ത് ആയി എന്നുള്ള പ്രധാനം. It's not what you have or what you do, it is who you become. I want everyone to go and type. നിങ്ങൾ എന്തായി മാറുന്നത്? നിങ്ങൾ ഈ ഡിപ്ലോമ കിട്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടും NLP നിങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അല്ല ലോകം തന്നെ കീഴടക്കിയതിന് ശേഷം നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ ആ ലോകം കീഴടക്കലിന് യാതൊരു കാര്യമില്ല. ഇറ്റ് ഡസന്റ് ഹാവ് എനി സെൻസ്.
ചിലരുണ്ട് ഹിമാലയം പർവ്വതം കയറി ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അവര് മാറിയില്ലെങ്കിൽ then what is the sense of climbing the Himalayas and conquering the Himalayas? It's not that. It is what about you become. Who you become is important. Did I answer the question? All right. Yes. And yeah, you mean you should climb the right mountain, right? Exactly. You have to climb the right mountain and then you have to change yourself. നിങ്ങൾ ആ മല കയറേക്കാൾ മുമ്പുള്ള വ്യക്തി ആവരുത്. നിങ്ങൾ മല കയറി കഴിഞ്ഞാൽ മാറിയിരിക്കണം. എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ മാറിയിരിക്കണം. You have to become a better version. നമ്മൾ എപ്പോഴും പറഞ്ഞത് better version. You become a better version of yourself. വന്ന പാതകൾ മറക്കാൻ പാടില്ല. But you should not be going back to the valleysലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ ക്യാമ്പ് ലെവൽ 1 ഹിമാലയത്തിൽ കയറാൻ നിങ്ങൾ ക്യാമ്പ് ലെവൽ 1 ലെവൽ 2 ബേസ് ക്യാമ്പ് എന്ന് പറയും. നിങ്ങൾ ബേസ് ക്യാമ്പ് ലെവൽ 1 ലെവൽ 2 പോയിട്ട് അവസാനം പീക്ക് നിങ്ങൾ കോൺകർ ചെയ്യണം. പീക്ക് കോൺകർ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ആ പഴയ ആറ്റിറ്റ്യൂഡും ആ പഴയ ഹാബിറ്റേറ്റും തിരിച്ചു വരാൻ പാടില്ല. നിങ്ങൾ പുതിയ മനുഷ്യനായിട്ട് മാറണം. ആ ലെവലിലേക്ക് ഇനി നിങ്ങളുടെ സംസാരങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. മനസ്സിലായി? നിങ്ങൾ പുതിയ വ്യക്തിയായി മാറി, പുതിയ വ്യക്തിത്വം നിങ്ങൾക്ക് വന്നു. So you have to be a completely changed person. Only when you change, you can change the world. Great. Thank you very much. Thanks very much. My pleasure. Next question, please. We have got 10 minutes more. സെൻസി മരക്കാർ. Okay, മരക്കാർ. Go ahead. മരക്കാർ എവിടുന്നാണ്? കോട്ടക്കൽ. Okay, പറഞ്ഞോളൂ. ഞാൻ ഈ മൾട്ടി ടാസ്കിങ് കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. Okay. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഫോക്കസ് ഒരു വലിയ പ്രോബ്ലമാണ്. കാരണം ഞാൻ ഒരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ ആ ടാസ്കിലൂടെ എനിക്കറിയാം അതൊരു 1 ഡേ അല്ലെങ്കിൽ ഒരു 2 ഡേ അത് തീർക്കാനാവും എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാൻ അതിൽ നിന്ന് എന്താവും, അതിന്റെ ഒരു റിലേറ്റഡ് സബ്ജക്ട് പോയി കഴിഞ്ഞാൽ അതിലേക്ക് മാറി പോകും. അത് ഒരു ഭയങ്കര ഒരു ധൃതിയാണ് അത്. കാരണം ഒരു പെർഫെക്ഷൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവാണ് പലപ്പോഴും. എന്നാൽ ഇതേ സമയം എൻ്റെ കുറച്ച് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സിൽ വളരെ സക്സസ് ആയി, അതിന്റെ ഡബിൾ ഫെയിലിയർ വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ടൈമിനെ ഞാൻ എങ്ങനെയൊക്കെ അത് ഒരു ടൈം ഇത് ചെയ്തുകൊണ്ട് പിന്നെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എൻ്റെ ഇഷ്യൂസ് തീർക്കാൻ, അതായത് എൻ്റെ ലാബിലിറ്റി തീർക്കാൻ, അതേപോലെ എൻ്റെ ബിസിനസ്സിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു പ്ലാൻ ചെയ്ത് വളരെ ഫോക്കസ് ആയി ഒരു 4 വർഷം കൊണ്ട് എനിക്ക് എൻ്റെ ഈ ലോസ് ഒക്കെ ഞാൻ നികത്തി മുന്നോട്ട് പോയി വളരെ സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കംഫർട്ട് സോൺ ആണ്. പക്ഷെ എങ്കിലും ഇപ്പൊ എന്തുകൊണ്ടാന്ന് അറിയില്ല, നമ്മൾ ഒരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല എന്നുള്ള ഒരു തോന്നലിന്റെ പുറത്ത് പലപ്പോഴും ഞാൻ ഇപ്പോൾ സപ്പോസ് ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റ് എന്നോട് ഒരു പ്രപ്പോസൽ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രപ്പോസലൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ് ആയിട്ടില്ല, ഒന്നും കൂടെ റീഡിസൈൻ ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു ടെൻഡൻസി വല്ലാണ്ട് വന്ന് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കുറഞ്ഞ സമയം കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രശ്നം എന്തായിരിക്കും അത് എന്നുള്ള. ഓക്കെ, ഗ്രേറ്റ്. ഏറ്റവും വലിയ ശാപം, ഓക്കെ, ഞാൻ നിങ്ങൾ മരക്കാരന്റെ എല്ലാം എക്സാമ്പിൾ എടുക്കുന്ന ഏറ്റവും വലിയ ശാപം പെർഫെക്ഷൻ അല്ലെ പെർഫെക്ഷനിസം ആണ് ഏറ്റവും വലിയ ശാപം. ഓക്കെ, 2 ശാപങ്ങളാണ്. ഒന്ന് പ്രോക്രാസ്റ്റിനേഷൻ, ഒന്ന് പെർഫെക്ഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരു പ്രോക്രാസ്റ്റിനേറ്റർ ഒരിക്കലും ഒരു സംഭവം തുടങ്ങൂല, അതേ സമയത്ത് ഒരു പെർഫെക്ഷനിസ്റ്റ് ഒരു സംഭവം തീർക്കൂല. അത് രണ്ടും പ്രശ്നങ്ങളാണ്. ഒരു വ്യക്തി തുടങ്ങൂല, കാരണം നാളെ ചെയ്യാം. മറ്റേ വ്യക്തി ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് ശരിയായിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. Am I right? ഇത് രണ്ടും ഏതാണ് ഡേഞ്ചറാണ്. നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാം. മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ആയിരിക്കണം എന്താണെന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ടൈം കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കണം, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ സ്റ്റാഫ് മെമ്പർ ആണെന്ന് വിചാരിക്കുക, ഒരു ടീം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടീം മെമ്പറിന് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് കൊടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു മൾട്ടി ടാസ്കിങ് കൊടുക്കാന്ന് വിചാരിക്കുക. ആ വ്യക്തി 3 കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ 3 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ടൈം കൊടുത്തിട്ടുണ്ടാകും നോക്കുക. അതിൻ്റെതായ പിന്നെ അത് കൂടാതെ ആ വ്യക്തിക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും നോക്കാം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മൾട്ടി ടാസ്കിങ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാം ഞാൻ ചെയ്യണം. ഇവിടെ ഏറ്റവും വലിയ ബിസിനസ് ഓണേഴ്സിന് വരുന്ന ഏറ്റവും വലിയ തെറ്റ് അതാണ്. അവരെന്നെയാണ് സെയിൽസ് ചെയ്യല്, അവരെന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്യല്, അവരെന്നെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യല്, അവരെന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യല്, എല്ലാം ചെയ്യല് അവരെന്നെ. ഒരിക്കലും ഒരു വ്യക്തിക്ക് എല്ലാം ചെയ്യുമ്പോൾ നമ്പർ 1 ക്വാളിറ്റി കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്പർ 2 കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ മർക്കാൻ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യണില്ല എന്നാണല്ലോ.
നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത ഇപ്പൊ ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ 5 കാര്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചോളൂ. 5 കാര്യം ചെയ്യേണ്ടത് വിചാരിച്ചാൽ ആ 5 കാര്യത്തിൽ നിങ്ങൾ 4 കാര്യം അല്ല 3 കാര്യം ഡെലിഗേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഡെലിഗേറ്റ് ചെയ്തിട്ട് ഇനിയുള്ള നിങ്ങൾ 2 കാര്യങ്ങളാണ്. ആ 2 കാര്യം നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഡെലിഗേറ്റ് ശരിയാവില്ല, ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ വ്യക്തികളുണ്ട് അവിടെ, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ വ്യക്തികളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ടച്ച് ഇതിന് വരണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഇതിൽ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. Am I right? You're doing number 1, number 2, number 1, number 2. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് പെർഫെക്റ്റ് അല്ല. ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യം ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടാവും, അപ്പോഴും തീർന്നിട്ടുണ്ടാവില്ല. Am I right? ഞാൻ സമയം ചെലവഴിക്കണില്ല. ഒരു ദിവസം വേണം എന്ന് വിചാരിക്കുന്ന പണി 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഞാൻ അതിന് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ മൾട്ടി ടാസ്കിങ് അല്ല, അതിന്റെ അർത്ഥം നിങ്ങൾ ഫോക്കസ്ഡ് ഇല്ല എന്നുള്ള. മൾട്ടി ടാസ്കിങ് അല്ല, അവിടെ നിങ്ങൾ വെച്ചാൽ ലാക്ക് ഓഫ് ഫോക്കസ് ആണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തോൽക്കുമ്പോൾ ആ തോറ്റ് താഴേക്കിടെ നിൽക്കുമ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത്, ഓക്കെ, ഞാൻ എന്റെ ബിസിനസ് പ്രാവശ്യം പൊട്ടിയെന്ന്, ഇത് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ്. അത് ഞാൻ പൊട്ടിയപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് എടുക്കുന്നത്, എന്റെ ലാപ്ടോപ്പ് ഇല്ല, ഒന്നുമില്ല. ഞാൻ വെക്കേഷൻ വന്നപ്പോഴാണ് എന്റെ ബിസിനസ് പോയി നോക്കിയപ്പോൾ ഞാൻ 60 ചില ആൾക്കാരെ അവരെ ടെർമിനേറ്റ് ചെയ്തപ്പോൾ എന്റെ ക്യാഷ് കംപ്ലീറ്റ് ഇന്റർനാഷണൽ ബാങ്കിലുള്ളത്, ഇന്ത്യൻ ബാങ്കിലല്ല ഇന്റർനാഷണൽ ബാങ്കിലുള്ളത്. അവിടെ ബാങ്കിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വരുന്നത് അത് ഡോളേഴ്സ് ആയാലും പൗണ്ട് സ്റ്റെർലിംഗ് ആയിട്ടും വരാൻ എനിക്ക് ടൈമും കിട്ടും. എന്റെ അടുത്ത് അവിടെയുള്ള എന്തൊക്കെ സാധനം എനിക്ക് വിൽക്കാൻ പറ്റിയോ, TV എന്തൊക്കെ എനിക്ക് വിൽക്കാൻ പറ്റും, അതെല്ലാം വിറ്റ്. കാരണം ഓരോ പൈസ എനിക്ക് ആ സമയത്ത് എനിക്ക് വാല്യുബിൾ ആയിരുന്നു. മനസ്സിലാണ്ടോ മരക്കാരെ? ഓരോരോ പൈസ പോലും എനിക്ക് വാല്യുബിൾ ആണ്. കാരണം അന്ന് എനിക്ക് പൈസന്റെ വില മനസ്സിലായി. കാരണം എന്റെ അടുത്ത് പൈസ ഉണ്ട്, പക്ഷെ എന്റെ ബാങ്കിലാണ്, അത് ഇന്ത്യൻ ബാങ്കിലല്ല. മനസ്സിലായി? ഈ 60 ചില ആൾക്കാർ ഞാൻ ടെർമിനേറ്റ് ചെയ്ത് അവർക്കുള്ള കംപ്ലീറ്റ് ഞാൻ പൈസ കൊടുക്കണം. അതൊക്കെ കിട്ടണം, എനിക്ക് കുറച്ച് ടൈം പിടിക്കും. അപ്പൊ എന്തൊക്കെയാ ഉണ്ടായിരുന്നു എന്റെ ബിസിനസ്സിൽ അവിടെ ഉണ്ടായിരുന്നു, എന്റെ ബിസിനസ് അവിടെ വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് അത് കംപ്ലീറ്റ് ഞാൻ വിൽക്കാൻ. കാരണം ഓരോ പൈസ പോലും എനിക്ക് വിലപ്പെട്ടതായിരുന്നു. അതേ സമയത്ത് നിങ്ങളോട് ഒരു ഡോക്ടർ പറയാം നിങ്ങൾക്ക് 1 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ 24 മണിക്കൂറും നിങ്ങൾ ചിലപ്പം പ്രാർത്ഥനയിലും അതിലേക്കായിരിക്കും മുഴുകിയിട്ടുണ്ടാവുക. ആ 24 മണിക്കൂർ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും മുഴുകിയിട്ടുണ്ടാവുക. ആ 24 മണിക്കൂർ നിങ്ങൾ നോക്കൽ എന്താണ്, ഞാനും പോയി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് സ്വത്ത്, എന്തൊക്കെ ചെയ്യണം, ആധാരങ്ങൾ എന്തൊക്കെ, അതൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കില്ല. വേറെ ഒന്ന് യൂട്യൂബിൽ പോയി നിങ്ങൾ ഒരു യൂട്യൂബിന് അല്ലെ മറ്റേ യൂട്യൂബിലേക്ക് അത് മറ്റേ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകില്ല. ശരിയല്ലേ? കാരണം അവിടെ പർപ്പസ് ക്ലിയർ ആയിക്കണ്. കാരണം എന്റെ അടുത്ത് ഇത്ര ടൈമുള്ളൂ, എന്റെ അടുത്ത് ഇത്ര പൈസ ഉള്ളൂ. അതിന്റെ കാര്യമാണ് പരാജയപ്പെടുന്ന ആൾക്കാർ ഏറ്റവും നല്ല സ്കൂൾ പരാജയപ്പെടുമ്പോഴാണ് അവിടെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ പറഞ്ഞു ചെയ്തു, നിങ്ങൾക്ക് കടങ്ങളുണ്ടായി, നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞല്ലോ, മരക്കാർ തന്നെയുള്ള പറഞ്ഞത്. കാരണം നിങ്ങൾ ആ കടങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ഇപ്പം എന്താ പറ്റുക വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നിൽ പോയിട്ട് ഫോക്കസ് ചെയ്തിട്ട് മറ്റേലേക്ക് പോയി. ഇത് ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ യൂട്യൂബിൽ ആരെങ്കിലും പോലെ വൈകുന്നേരം നോക്കുമ്പോൾ നിങ്ങൾ 10 അല്ലെങ്കിൽ 15 ഇത് യൂട്യൂബ് ചാനൽസ് മാറിയിട്ടുണ്ടാവും. പക്ഷെ ആദ്യം എന്തിനാണ് പോയത്, പർപ്പസ് പോയത് നിങ്ങൾ ചിലപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴായിരിക്കും അയ്യോ ഞാൻ പോയത് ഇതിനാണല്ലോ, അതല്ല ചെയ്ത് 10 വേറെ വീഡിയോസ് ഞാൻ കണ്ടിട്ട് മടക്കി പോകുന്നു വിചാരിക്കും. Am I right? So always keep in mind, ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് തീർക്കുക. കാരണം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്റ്റാർട്ടിങ്, ഇറ്റ്സ് അബൌട്ട് ഫിനിഷിംഗ്. അവരാണ് വിജയിക്കുള്ളൂ. സ്റ്റാർട്ടേഴ്സ് വിജയിക്കാൻ പോകില്ല. സ്റ്റാർട്ടേഴ്സ് മിക്കവാറും എല്ലാവർക്കും സ്റ്റാർട്ടേഴ്സ് ആണ്. 10 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരു കാറ്റഗറി വെച്ചാൽ സ്റ്റാർട്ടേഴ്സ് ആണ്. സ്റ്റാർട്ടേഴ്സ് നിങ്ങൾ 90% ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ആ 90% വെറും ഒരു 3-4% ആൾക്കാർ അത് ഫിനിഷ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളുടെ കേസ് ഇവിടെ വെച്ചാൽ നിങ്ങൾ ഫിനിഷ് ചെയ്യില്ല എന്നാണ്. ആദ്യം ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേ മരക്കാരായി മാറാം. നിങ്ങൾ ടൈം സ്പാൻ കൊടുക്കുക. ഇത്ര ടൈമിന്റെ ഉള്ളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അലാം സെറ്റ് ചെയ്യുക. മേ ബി ഇറ്റ് ഈസ് ഫോർ 45 minutes. യു കീപ് ദാറ്റ് അലാം ആൻഡ് ഡു. ഞാൻ ജപ്പാനിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. 2 ഇൻസിഡന്റ്. ഞാൻ ജപ്പാനിൽ പോകുമ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിക്കില്ല, പക്ഷെ എന്റെ കംപ്ലീറ്റ് തർജ്ജമ ചെയ്യൽ അവിടെ ജാപ്പനീസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെ ഞാൻ വളരെ ഫാസ്റ്റ് ക്ലാസ് എടുക്കണം. ഫാസ്റ്റ് ക്ലാസ്സിന് അതേ സമയത്ത് ഇവര് ജാപ്പനീസിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് എത്തിയപ്പോൾ അതൊരു ഫീമെയിൽ മെയിലായിരുന്നു. രണ്ടാൾക്കാർ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പെട്ടെന്നുണ്ട് സ്ത്രീയിലേക്ക് മാറുന്നത്. അപ്പൊ ഞാൻ ആകെ അതിശയിച്ചു, ഇതെങ്ങനെ ഇത് മാറിയത്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. ആ ടൈമിന്റെ വാച്ച് ക്ലിക്ക് കറക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റേ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അത്രയും പ്രിസൈസ് ആയിട്ടാണ് അവർ തർജ്ജമ ചെയ്യണത്. മനസ്സിലാവണം മരക്കാരന്? അത്രയ്ക്ക് ടൈം പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് ആ സൂചി അവിടെ എത്തിയപ്പോൾ പകുതി ഡയലോഗ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ, മറ്റാൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ അവിടുത്തെ മറ്റൊരു കൾച്ചർ ഞാൻ ജപ്പാനിൽ കണ്ട മറ്റൊരു കൾച്ചർ എന്താ വെച്ചാൽ, ഞാൻ ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ട് ഒരു മ്യൂസിക് വന്ന്.
മ്യൂസിക് വന്നപ്പോൾ എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും എണ്ണേറ്റിട്ട് അവർ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു ഇതെന്താ പറ്റി, എന്റെ ക്ലാസ്സിൽ എന്താ പറ്റുന്നത്? ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അവർ ബോ ചെയ്തു, എല്ലാവരും ബോ ചെയ്യല്ല, എന്തായാലും ബോ ചെയ്തിട്ട് അവർ എണ്ണേറ്റ് എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ അവിടെ ഇരുന്ന് കേട്ടിരുന്നത്, പാട്ടും വരുന്നുണ്ട്. പാട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നിന്നപ്പോൾ അവരൊക്കെ വന്ന് വീണ്ടും ക്ലാസ്സിൽ. ഞാൻ ചോദിച്ചത് എന്താണ്? അപ്പൊ അവർ പറഞ്ഞു എല്ലാം 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു മ്യൂസിക് വരും. മ്യൂസിക് വരുമ്പോൾ ഓരോ ജാപ്പനീസ് അവിടെയുള്ള ആ കമ്പനിയിലെ ഓരോ ജാപ്പനീസും എന്താ ചെയ്യണത്, അത് സിഒ ആയാലും വേണ്ടില്ല, എന്താണ് ചെയ്യുന്നത്, അവരവിടെ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് എന്തൊക്കെയാണ് അച്ചടക്കം ചിട്ടയോട് വെക്കേണ്ടത്, ഡീക്ലട്ടർ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ കംപ്ലീറ്റ് ഡീക്ലട്ടർ ചെയ്തിട്ടുണ്ടാവും. വീണ്ടും വന്നിട്ട് അവർ ജോലി ചെയ്യും 5 മിനിറ്റ്. ദാറ്റ് ഈസ് മീൻസ് എവറി 2 hours, ദാറ്റ് ഈസ് 120 മിനിറ്റ്സിനുള്ളിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് ബോധ്യമുണ്ട് എന്താ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഗോയിങ് ബാക്ക് ടു യു, വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു സെറ്റ് യുവർ ടൈം, യു സെറ്റ് യുവർ അലാം ആൻഡ് ആസ്ക് യുവർസെൽഫ്, ഈ ഒരു 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ്, ചിലപ്പോൾ 20 മിനിറ്റ്സ് ആവാം. ആ 20 മിനിറ്റ്സിനുള്ളിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ചെറിയ ടൈം ആയിക്കോളും. യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ 1 hour 2 hour. ജസ്റ്റ് ആസ്ക് യുവർസെൽഫ് 20 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഉള്ളിൽ നേടിക്കഴിഞ്ഞാൽ I'll tell you you'll take miracles. ഞാനിപ്പോ അടുത്ത് ഒരു ഇത് സെഷൻ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതിൽ പറഞ്ഞ 5 മിനിറ്റ് ആ വ്യക്തി 5 മിനിറ്റേ ചെയ്യുള്ളൂ. 5 മിനിറ്റിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒരു പേജ് വായിക്കണം, 5 മിനിറ്റ് ആ പേജ് വായിക്കും. 5 മിനിറ്റ് വേറെ ചെയ്യും, 5 മിനിറ്റ് അത് ചെയ്യും. അതേപോലെ ഈ one lady, her name is മെൽ റോബിൻസൺ. നിങ്ങൾ പോയി ടൈപ്പ് ചെയ്ത് നോക്കാം, മെൽ റോബിൻസൺ. എല്ലാവരും പോയി ടൈപ്പ് ചെയ്തോളൂ. മെൽ റോബിൻസന്റെ യൂട്യൂബിൽ പോയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെഡ് ടോക്ക് ഉണ്ട്. ഷീസ് കോൾഡ് 5 സെക്കൻഡിനെ കുറിച്ച് പറഞ്ഞു. 5 സെക്കൻഡ് കൊണ്ട് തീരുമാനം എടുക്കുന്ന ലേഡി അവള്. 5 സെക്കൻഡ് കൊണ്ട് വാട്ട് യു ഹാവ് ടു ഡു 5 സെക്കൻഡ്. കാരണം ഈ 5 സെക്കൻഡ് ശേഷം നമ്മൾ പറഞ്ഞ പിന്നെ നമ്മൾ മടിയന്മാരാവും. 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് 1 2 3 4 5 let me do it എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവും. So 5 second rule, 5 minute rule, it's a very beautiful concept. You can do it and you can achieve whatever you want to. Did I answer your question? Exactly 9 o'clock. Time blocking. Thank you very much. You block your time. So ladies and gentlemen, it's exactly, yes, 9 o'clock is it? Yes, correct, 9 o'clock. And so thank you very much. Kind of time in വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. കാരണം we all are leaders. So once again, let me tell you, those who are interested to be a part of the BMW അല്ലെങ്കിൽ business mastery workshop, please go and contact Shamira Bukhari. Shamira, just share your number once again if you don't mind. Shamira Bukhari number share. You can just speak to her. You can speak to her, contact her. It's a beautiful program. 10 weeks I'll be following up. It's only for entrepreneurs. Business ചെയ്യുന്നവർക്ക് മാത്രമുള്ള ട്രെയിനിങ് ആണ്. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ട്രെയിനിങ് അല്ല ഇത്. once again repeat, നിങ്ങൾക്ക് ബിസിനസ്മാൻ ആവാൻ താല്പര്യമാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതല്ല. ട്രെയിനേഴ്സ് ആണ്, കോച്ചസ് ആണ് നിങ്ങൾക്കുള്ള ട്രെയിനിങ് അല്ല അത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അത് ഒരു വ്യക്തിയുള്ള ബിസിനസ് ആയിരിക്കാം, 2 വ്യക്തിയുള്ള ബിസിനസ് ആയിരിക്കാം, 10 അല്ലെങ്കിൽ 100 ആയിരക്കണക്കിൽ ബിസിനസ് ഉള്ള സ്റ്റാഫ് മെമ്പർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡിസിഷൻ മേക്കർ ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള കോഴ്സാണ്. അല്ലാതെ ഒരു സ്റ്റാഫ് മെമ്പറിനുള്ള കോഴ്സ് അല്ല. താല്പര്യം ഉണ്ടെങ്കിൽ വരാം. It's called the BMW. It's going to start on the 1st of August 2021. Ladies and gentlemen, all the leaders and coaches, thank you very much. You take care of yourself, and I'll see you on Thursday with the English version of Recharge. Take care. Thank you. Thank you so much, Sanjay. Thank you, leaders. Thank you very much. Good night. Good night. Bye, leaders. Thank you very much, Sansai. Thank you very much. Thanks a lot, Ravi. Thank you very much. Thank you very much. Thank you, Sansai. Thank you very much. Thank you very much, sir. Thank you very much. I appreciate that. Thank you very much. Thank you. Thank you, Sansi. Good Thank night. you. Thank you, and bye to you as well. Thank you.